കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, നിഗ്രഹീതമായ പ്രഭാതത്തിനായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ദൈവമേ, പലയിടങ്ങളിലായിരുന്ന അടിയങ്ങളെ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ കൃപയോടുകൂടി സൗഖ്യത്തോടുകൂടി കൂട്ടിവരുത്തിയ സ്നേഹത്തിനായിട്ട് ദൈവമേ അടിയങ്ങളിലായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഈ പകൽക്കാലമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും തിരുവചന ധ്യാനവും ഞങ്ങളുടെ ഉപവാസവും ഞങ്ങളുടെ ദണ്ഡ നമസ്കാരങ്ങളും അവിടുന്ന് സ്വീകരിക്കേണ്ടത്. കൃപയുടെ മഴ പെയ്തിൻ്റെ ഈ നാളുകളിൽ ദൈവമേ കൃപയിൽ വളരുവാനും അനുഗ്രഹപ്രദമായി ഈ നോമ്പാചരിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകണമേ. നോഹയുടെ പെട്ടകത്തിനുള്ളിൽ താമസിച്ചവർ മഴ പെയ്ത്തിന് ശേഷം പെട്ടകം ആറാത്ത പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുകയും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ സ്തോത്രത്തിൻ്റെ ബലി അർപ്പിക്കുകയും ചെയ്യുന്നതുപോലെ ദൈവമേ, നോമ്പാകുന്ന പെട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും തിരുമുൻപാകെ നന്ദി അർപ്പണത്തിൻ്റെ ബലി അർപ്പിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അതിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ തന്നെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതിരായ വൈദിക ശ്രേഷ്ഠരെ, കാരുണ്യമുള്ള ഗാനങ്ങൾ കൊണ്ട് ഈ പ്രഭാതത്തെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് ആക്കിയ ഗായക സംഘം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവമുൻപാകെ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് നമ്മളെ കാണുന്ന ഒരിടത്ത്, കർത്താവ് നമ്മളെ കേൾക്കുന്ന ഒരിടത്ത്, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരിടത്ത് നമ്മൾ ആയിരിക്കുകയാണ്. പല ഭവനങ്ങളിലായിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. വെളിപാട് പുസ്തകം 22:17 ഇങ്ങനെയാണ്: The Spirit and bride says, Come. വരിക എന്ന് ആത്മാവ് മണവാട്ടി പറയുന്നു. ആരാണ് നമ്മളിവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു വരുത്തി. എന്തിലൂടെയാണ് വിളിച്ചു വരുത്തിയതോ? വരിക എന്ന ആത്മാവും മണവാട്ടി. മണവാട്ടി ആരാണ്? പരിശുദ്ധ സഭ. പരിശുദ്ധ സഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രഹിച്ചിട്ട് വരാനായിട്ട് കഴിയാത്തവരുണ്ട്. ഓർക്കണം, പരിശുദ്ധ സഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഓർക്കണം, എന്തിനാണെന്നോ? വചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാനായിട്ടാണ് നമ്മുടെ ഈ ആലയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ടൈമില് ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയല്ല, അതിന് മുൻപിരുന്നതായിരിക്കുന്ന ദേവാലയത്തിൽ, കോഴിക്കോട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അതിനോട് ചേർന്ന് സ്കൂളുണ്ട്. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. ഒരു ദിവസം രാവിലെ വന്നയുടനെ തന്നെ നമ്മുടെ പിള്ളേർ 2 ഒരു കംപ്ലൈന്റ് വേണ്ട വന്നിരുന്നത്. ഞാൻ ആ കംപ്ലൈന്റ് വായിച്ചു. 2 ടീച്ചർമാരുടെ പേരെഴുതിയിട്ടുണ്ട്. അത് പറയുകയാണ്, ഈ സ്കൂളിന്റെ മാനേജർ ഞാനായതുകൊണ്ട് പാഴ്സനേജ് തൊട്ടടുത്താണ് ഈ പള്ളി കോമ്പൗണ്ടിൽ ഇതെല്ലാം കൂടി നിൽക്കുന്നത്. അവരുടെ കംപ്ലൈന്റ് എങ്ങനെയാണ്? 2 ടീച്ചർമാരെ തിരിച്ചു വിടണം. ഞാനവന്മാരോട് ചോദിച്ചു, എടാ ഇപ്പം എന്നെ പ്രശ്നമല്ല അച്ഛാ, ഈ ടീച്ചർമാർ ഭയങ്കര ഉപദ്രവമാണ്. ഞാൻ ചോദിച്ചു, 7ാം ക്ലാസ്സിലുള്ള നിന്നെയൊക്കെ ടീച്ചർമാരെന്നെ ഉപദ്രവിക്കുന്നത്? തുടങ്ങിയത് ഒരു 5ാം ക്ലാസ് കൊണ്ട് തുടങ്ങിയ ഉപദ്രവം. ഞാൻ ചോദിച്ചു, 5ാം ക്ലാസ്സിൽ എന്നാ പറ്റിയ? 5ാം ക്ലാസ്സിൽ പറ്റിയ സംഭവമാണ് 7ാം ക്ലാസ്. ഞാൻ ചോദിച്ചു, ഇതന്നെ ഈ ടീച്ചർമാർ നിങ്ങളെ എന്നാ ഉപദ്രവിച്ചേ? ടീച്ചർമാരച്ഛാ എന്നാ പറഞ്ഞാലും പറയും, നീ ഒന്നും ഗതി പിടിക്കുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് ഇതിട്ട് ഭയങ്കര സങ്കടമായി. നീ ഒന്നും ഗതി പിടിക്കുന്നില്ല. ഞാൻ ഈ ടീച്ചർമാരെ വിളിച്ചു. വൈകുന്നേരം ഞാൻ ഈ 2 ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിച്ചു, ടീച്ചറെ എന്നെ ഈ സംഭവം പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നാട്ടിൽ വെള്ള പേപ്പറിനകത്ത് എഴുതാൻ അറിയാത്തവന്മാരെ നാട്ടിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ടീച്ചറെ തിരിച്ചു വിടണം, ടീച്ചർമാർ ഉപദ്രവിക്കുന്നു. ടീച്ചർ പറഞ്ഞു, എന്താ വെച്ചാൽ ഇവന്മാരുണ്ടല്ലോ ക്ലാസ്സിൽ വന്ന ഇവന്മാരെ കണ്ടൊക്കെ സഹിക്കാൻ വയ്യത്തില്ല. 5ാം ക്ലാസ്സിൽ ഒരു വിധം സഹിച്ചു. അന്നത്തെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവന്മാരെ പറഞ്ഞു വിടണമെന്ന്. 2 വർഷം കഴിഞ്ഞ അവന്മാർ വന്ന് ഈ
ഇപ്പത്തെ അച്ഛനോട് പറയുകയാണ്, ആരെ പറഞ്ഞോളാം? ടീച്ചറിനെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, ടീച്ചറെ എന്നാലും നിങ്ങളിങ്ങനെ ഗതി പിടിക്കത്തില്ല എന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു. പക്ഷെ അത്രയ്ക്കൊരു ഗതികെട്ട നിമിഷത്തിന് ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയി, ഇനിയൊന്നും ഗതി പിടിക്കത്തില്ല. ബഹുമാരി അതും പിടിച്ചാൽ നടക്കുന്നത്. അതിനിടയ്ക്ക് PTA വന്നു, അത് ചോദിച്ചു ഇത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടെല്ലാം സോൾവ് ആക്കിയതാണ്. കഴിഞ്ഞ ദിവസം അമ്മമാർക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ 2 വഴക്ക് പറഞ്ഞു. അമ്മമാർ അന്നേരം തന്നെ പറഞ്ഞു, ഞങ്ങൾ അച്ഛനോട് പോയി പറയും നിങ്ങളെ പിരിച്ചുവിടാൻ. അപ്പം അങ്ങനെയാണ്. കാരണം ടീച്ചർമാരും ഈ കുറച്ച് പിള്ളേരും തമ്മിൽ അതിശക്തമായ വൈരാഗ്യം. മിണ്ടത്തില്ല, ക്ലാസ്സിലൊക്കെ ഇരിക്കും, പക്ഷെ മിണ്ടാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ടീച്ചർമാരോട് അച്ഛന്മാരെ ഞങ്ങളെ പിരിച്ചുവിട്ടോന്നേ. ഞാൻ ചെന്ന സമയം ഇവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞ് ഞാൻ കൊടുക്കത്തില്ല. എനിക്കാണ് ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പഠിച്ച എക്സ്പീരിയൻസ് അല്ലാതെ ഒരു സാധനം അറിയത്തില്ല. തിരുവേനി ചോദിക്കും, ഇയാൾ ചെന്ന ഉടനെ അധ്യാപകരെ പിരിച്ചുവിടാനായിട്ട് പോയതാണ്. ഒരു ധാരണയില്ല. അന്ന് സന്ധിക്കുകയാണെങ്കിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു വചനം തന്നു. ദൈവം തിരുവചനത്തിന്റെ താളുകളിൽ നിന്ന് ഒരു വചനം തന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം വായിക്കാമോ? തപ്പിയെടുത്ത് നാളെ ആവും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങൾ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞേ? അനുഗ്രഹിക്കണം. അപ്പൊ കൂടെയുള്ളവരോട് എന്ത് പറയണമെന്നാണോ? അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്ത് കിട്ടണം? അനുഗ്രഹിക്കണം. അപ്പൊ ഞാൻ പിന്നെ ടീച്ചർമാരുടെ മീറ്റിംഗ് കൊടുത്തു. ടീച്ചർമാരെ, ഇന്നലെ വൈകുന്നേരം എനിക്ക് വേദപുസ്തകം ഒരു കാര്യം പറഞ്ഞു തന്നു. നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മളിങ്ങനെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തോ പറയണം? അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അടുത്തിരിക്കുന്ന ആളെ നമ്മുടെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ടീച്ചർമാർ പറഞ്ഞു, നാളെ തൊട്ട് എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നത്. നമ്മൾ നിങ്ങൾ നാളെ തൊട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് പിള്ളേരോട് ആദ്യം പറയണം. അതിങ്ങനെ ചാടി എഴുതി ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, എന്നാലും എല്ലാവരും കൂടി സമ്മതിച്ചു. പറയാമെന്ന് പറഞ്ഞു. എന്റെ മനസ്സിനകത്ത് വലിയൊരു ബോധ്യം തന്നത് ഈ പുസ്തകമാണ്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിന്റെ സന്ദേശം പറയണം. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ വേലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലെസ്സിങ്സ് ഒരു മാജിക്കൽ വേലാണ്. ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. യാതൊരു സംശയമില്ല കേട്ടോ. നമ്മളെ ആരെങ്കിലും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കാലം ചെയ്ത തേഫിലോസ് തിരുമേനിയുടെ കൂടെയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുമേനി ഒന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളിങ്ങനെ ടാറ്റ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പലതവണ വരുന്നു. ഒരുപാട് തവണ വന്നു. പോകുമ്പോഴും ഞങ്ങൾ തിരുമേനി വളരെ സംസാരം കുറവുള്ളൊരു മനുഷ്യനാണ്. ഞാനിങ്ങനെ ശമ്മാസനായിട്ടും പിന്നീട് അച്ഛനായിട്ടും ഒക്കെ തിരുമേനിയുടെ കൂടെ പോവാണ്. പക്ഷെ നമുക്ക് ചോദിക്കാൻ ഒരു മടി, പൈസ ചോദിക്കാൻ ഒരു മടിയില്ല, ഇനി വേറെ വല്ലതും വേണമെന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. തിരുമേനി ഒന്ന് അനുഗ്രഹിച്ച് എന്ന് പറയാൻ, തിരുമേനിയോട് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യമോ അത്രമേലുള്ളൊരു ഇതൊന്നുമില്ല. എനിക്ക് ഭയങ്കര മടി, എങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തിരുമേനിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു വരുന്നത്, പക്ഷെ എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടി. എന്നെ അനുഗ്രഹം ചോദിക്കുക എന്നുള്ള വലിയൊരു പ്രയാസം. ഞാനിരുന്ന് തിരുമേനി എപ്പോഴെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം. ഞാനിങ്ങനെ തിരുമേനിയുടെ പെട്ടി എടുക്കും, തിരുമേനിയെ പിടിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കീമോയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒരേപോലെയാണ് നടക്കുന്നത്. തിരുമേനി ഒരു സാധനം മിണ്ടുന്നില്ല, അനുഗ്രഹം എന്നുള്ള പരിപാടിയെ കുറിച്ചേ മിണ്ടുന്നില്ല. ഇങ്ങനെ മരണാസന്നനായി തിരുമേനി കിടക്കയിൽ കിടക്കുകയാണ്. എന്നാലും ചോദിക്കാനൊരു എന്താ പറയുക, ഒരു നാണക്കേട് പോലെ. മരിക്കുമെന്ന് ചോദിക്കാൻ പേടിയില്ല, പക്ഷെ അനുഗ്രഹിക്കുമെന്ന് ചോദിക്കാനൊരു പേടി. മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് തിരുമേനി ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു. കൂടെ നിന്ന 3-4 പേരെ ഞാൻ വിളിച്ചു. തിരുമേനി ലാസ്റ്റ് ദിവസം എല്ലാത്തിൻ്റെയും ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് പറയാനൊന്നും വയ്യ, എന്നാലും മനസ്സ് നിറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു, നന്നായി വരും കേട്ടോ. പ്രിയപ്പെട്ടവരെ, തിരുമേനി പിറ്റേന്ന് മരിക്കാനുള്ള സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് 3-4 പേർക്ക് വലിയ സന്തോഷമായി. കാരണം ഒറ്റ വാക്കേ പറഞ്ഞുള്ള എല്ലാവരും നന്നായി വരും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ?
ദൈവം അവരെ അനുഗ്രഹിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആലയത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങിപ്പോകട്ടെ. അധ്യാപകരോട് ഞാൻ പറഞ്ഞു, അധ്യാപകരെ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പിള്ളേരോടും ആ ക്ലാസ്സിൽ കയറിയിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ടീച്ചർമാര് നാളെ തൊട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം? തിരിച്ചു എന്നാ പറയണം? ദൈവം അനുഗ്രഹിക്കുന്നു പറയണം. പിള്ളേർ സമ്മതിച്ചു. പിള്ളേരെല്ലാം ഭയങ്കര തലമുറയ്ക്ക് സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തൊട്ട് ടീച്ചർമാർ ക്ലാസ്സിൽ ചെന്നു. ഗുരുമാർ രാവിലെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ പാഴ്സനേജിന്റെ മുറ്റത്ത് ഇങ്ങനെ കൈ ഇട്ടിരുന്നിട്ട് അവർ രണ്ടുപേരെയും കുറിച്ച് കൈകൊന്നു ദൈവം അനുഗ്രഹിക്കുന്നല്ലോ. ഗുരുമാരോട് ശരി. ഞാൻ പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ പറയാൻ പറഞ്ഞു. പിന്നെ എന്നാ പറഞ്ഞ? തിരിച്ചെന്നാ പറയണം? ദൈവം അനുഗ്രഹിക്കും. ക്ലാസ് തുടങ്ങി. ക്ലാസ്സിൽ ചെന്ന് ഒന്ന് ആലോചിച്ച് ഇന്നലെ വരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ആ ഒരു ഇതിനകത്ത് പോയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ടീച്ചേഴ്സ് വളരെ പ്രയാസത്തോടുകൂടി ചെന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ബഹുമാനം ഇങ്ങനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഇവിടെ ഇതിങ്ങനെ ഒരു ഭാഷയായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഭാഷയായി മാറിയപ്പോൾ ഈ രണ്ട് അധ്യാപകർ എൻ്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന പിള്ളേർക്ക് ഒരു മാറ്റമില്ല. ഞങ്ങൾ ഈ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മാറ്റമില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായി വെച്ചാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ നടന്നു തുടങ്ങി. ചില കാര്യങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. അവർക്കൊരു മാറ്റമില്ല, പക്ഷെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. എന്നാലുമാണ് ഈ വചനത്തിന്റെ ഉൾവ്യാപ്തി എനിക്ക് മനസ്സിലായത്. നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. വ്യക്തമായി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത ആളെ നോക്കി, അടുത്തിരിക്കുന്ന ആളെ നോക്കി. ഞാൻ അവരോടൊന്ന് പറഞ്ഞേ, ദൈവം അനുഗ്രഹിക്കുന്നു. അതിൽ കുറച്ചിലായിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ പുതിയ പള്ളിയിൽ ഞാൻ ചെന്നിട്ട് പിള്ളേരോട് പറഞ്ഞു, എടാ സൺഡേ സ്കൂളിൽ വരികയുള്ളൂ, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. ഉടനെ മറ്റവരുടെ തലയൊക്കെ വെച്ചിട്ട് ദൈവം അനുഗ്രഹിക്കണം. അത്രയൊന്നും പോണ്ട, അല്ലാതെ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോടെന്ന് പറഞ്ഞേ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. നുണ പറയാനൊന്നും ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിക്കുന്നു പറയാൻ നമുക്ക് എന്താ പ്രയാസമാണ് അറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിന്റെ ഉള്ളിൽ നമ്മൾ വരുമ്പോഴും ഇടപെടുമ്പോഴും സംസാരിക്കേണ്ടത് എന്താണെന്നോ? അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഒരു മനോഹരമായി എഴുതുകൊണ്ട് ഗോസ്പൽ പെർമിറ്റഡ്, ഗോസിപ്സ് പ്രൊഹിബിറ്റഡ്. ഗോസ്പൽ പെർമിറ്റഡ് ആണ്. സുവിശേഷം, അനുഗ്രഹത്തിന്റെ സദ്വർത്തമാനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗോസിപ്സ് നിരോധിച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ. പക്ഷെ നമ്മളിന്ന് ഏറ്റവും താല്പര്യം ഏത് പറയാനോ? അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചങ്ങ് പറയുക. ഒന്നും അറിഞ്ഞിട്ടില്ല, എന്നാലും ഉള്ള നാടായ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യമില്ല, ഇല്ലാത്ത കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ ഇപ്പൊ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് എഴുതാനായിട്ട് കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് സഭയെ നിയന്ത്രിക്കുന്ന ആരാ അറിയാമോ? വാട്സപ്പ് ഗ്രൂപ്പിലിരിക്കുന്നവരാ. അന്നേരം ഇങ്ങനെ എഴുതി വിട്ടിട്ട് നല്ല ഭംഗിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ അനുഗ്രഹിക്കണം. അതുകൊണ്ടാണ് തിരുവചനത്തിന്റെ താളിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. പുറപ്പാട് 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം വായിക്കാമോ? അർപ്പിക്കണം. മരണം സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ എന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും? നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ദേവാലയം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്മരണയുള്ള സ്ഥലമാണ്, അല്ലെ? ദൈവം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ കൃപകളുള്ളതായിരിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ വചനം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഞാൻ എന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും? നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവം എന്ത് ചെയ്യും? വല്ല ബോധ്യമുണ്ടോ? ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വചനങ്ങൾ തൊട്ടിങ്ങനെയാണ്. മോശ വിശുദ്ധ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ മോശ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ മോശയോട് പറയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളയണം. എന്നിട്ട് ആ സ്ഥലത്തിന്റെ പ്രത്യേകത 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനമാണ്. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അടുത്തത് എന്താണെന്നോ? ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ
പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ദേവാലയത്തിലിരുന്നാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? കാണും. ഞാൻ നിങ്ങളുടെ നിലവിളി എന്ത് ചെയ്യും? കേൾക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ എന്ത് ചെയ്യും? അറിയും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ആലയത്തിന്റെ ഉള്ളിൽ ഈ വലിയ നോമ്പിന്റെ ഈ ഒരു ദിവസം ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ നിലവിളി, ഹൃദയത്തിന്റെ നിലവിളി ദൈവം കേൾക്കും. ഉറക്ക പറയുന്നില്ല, ഉറക്ക നിലവിളിക്കുന്നില്ല, പക്ഷെ ഹൃദയത്തിന്റെ കണ്ണുനീര് ദൈവം കേൾക്കും കേട്ടോ. ഹൃദയത്തിന്റെ സങ്കടങ്ങൾ ദൈവം അറിയും. ദൈവം ഇവിടെ ഇരിക്കുന്ന നമ്മളെ കാണും. അങ്ങനെയെങ്കിൽ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ സങ്കടം കേൾക്കുന്നുണ്ട്, നമ്മുടെ നിലവിളി, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഓർമ്മിച്ചത്, എന്റെ സ്മരണ സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. എന്താണോ നിലവിളി, എന്താണോ സങ്കടം, എന്താണോ നമ്മുടെ നൊമ്പരം, അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ഒരു ആശീർവാദം നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മളൊന്ന് ആഗ്രഹിച്ചേ, ദൈവം നമ്മളെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കൂടെയുള്ളവരെ വീട്ടിൽ നിന്ന്, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമോ? നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ കൂടെ വരാത്ത, അതായത് മക്കളായിരിക്കാം, ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കാം, അവരോട് എന്നാ പറഞ്ഞേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഒരു കാലത്ത് എത്ര തവണ വിളിച്ചാൽ അച്ഛൻ വിളിച്ചു, നോട്ടീസ് വന്നു, ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം കേട്ടോ. ഗോസ്പൽ പെർമിറ്റഡ് ആണ്, ബാക്കിയുള്ളതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ഓർക്കണമേ, അനുഗ്രഹത്തിന്റെ സദ്വർത്തമാനങ്ങൾ നമ്മുടെ ചുറ്റും ഘോഷിക്കാം. പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നാളെ തന്നെ പറഞ്ഞു വിടണം, ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞു വിടണം. ഇത് സ്കൂളിൽ നടന്നു വന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഒരു 3-4 മാസങ്ങൾ കൊണ്ട് ഈ അധ്യാപകർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി, പിള്ളേർക്ക് യാതൊരു മാറ്റമില്ല, പക്ഷേ ഞങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. ഈ 2 കുട്ടികൾ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പണ്ട് എഴുതുന്നൊരു പേപ്പറല്ലേ? ഞാൻ പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിലുണ്ടോ? ഈ പേപ്പറെ കൊണ്ടേ കളഞ്ഞായിരുന്നു. എന്നാലും ഞാൻ ഉമ്മാരോട് പറഞ്ഞു, ഇനി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാര് നാളെ എന്നെ പിടിച്ച് ക്രൂശിക്കത്തില്ലേ? ഞാൻ അവിടെ ഉണ്ടോ ഫയലിൽ അത് മടക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കീറി കളഞ്ഞേ, അതെല്ലാം കീറി കളഞ്ഞേ. നമ്മുടെ ടീച്ചർമാർ പാവാച്ച. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്നാ പറ്റി? ഇതാരാ നിങ്ങളോട് പറഞ്ഞേ? അല്ല, സത്യത്തില് ഞങ്ങൾ അവരെ ഇങ്ങനെ ക്ലാസ്സിൽ വെറുതെ ചെയ്യിക്കരുത്, അതുകൊണ്ടൊക്കെയാ. ഒരു കാര്യം മനസ്സിലായി, പറഞ്ഞവരും അനുഗ്രഹിക്കപ്പെട്ടു, കേട്ടവരും അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് ഭയങ്കര പ്രത്യാശയായി ഈ ഒരു വചനത്തിൽ. ഞാൻ വിദ്യാഴ്ച പള്ളിയിൽ പറഞ്ഞു, കൈമത്താനായിട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കൈമത്താൻ വരുന്നത്? കൈ കാശുമായിട്ട് വരുന്നില്ലേ? അതല്ലാതെ എങ്ങനെയായിരുന്നു? മൊബൈൽ ഇങ്ങനെ ഓർമ്മിച്ച് ഭയങ്കര അങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ തൊട്ട് കൈമത്താനായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. നിങ്ങൾ തിരിച്ചെന്നാ പറയണം? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 10,000 പേരുണ്ട് ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളി. ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൈമത്താനായിട്ട് വരുമ്പോൾ സമയം ഇരട്ടിയാവാനായിട്ട് തുടങ്ങി. മറ്റത് ഇങ്ങനെ കൈമത്തിച്ച് വിട്ടാൽ മതിയത്. ഇപ്പം നമ്മൾ പറയാത്തവരോട് പറയും, പറഞ്ഞിട്ട് പോടാൻ പറയും. അവനിങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ കുറുമ്പത്തോണ്ടൊക്കെ പറയുമ്പോൾ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പള്ളിയുടെ നിലവാരം മാറാനായിട്ട് തുടങ്ങി. ദേവാലയത്തിന്റെ നിലവാരം പരസ്പരം മാറാൻ തുടങ്ങി. ആദ്യകാലത്ത് തമാശക്കായിരുന്നു, പറയുമ്പോൾ നമ്മൾ തമാശക്കാണ് എടുക്കുന്നത്. പക്ഷെ പിന്നീട് പിൽക്കാലത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിൽ, സമാജത്തിൽ, യുവജന പ്രസ്ഥാനത്തിൽ ഇവരിങ്ങനെ പരസ്പരം പറഞ്ഞു തുടങ്ങി, ദൈവം അനുഗ്രഹിക്കുകയാണോ, ഗോഡ് ബ്ലസ് യു എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ പരസ്പരം പറഞ്ഞു തുടങ്ങി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രിയപ്പെട്ടവരെ, പള്ളി അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങി. പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ളതായിരിക്കുന്ന നന്മകൾ കേട്ടവർക്കും പറഞ്ഞവർക്കും വന്നു തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ നോമ്പിന്റെ നാളുകളിൽ ആദ്യത്തെ തീരുമാനം എടുക്കേണ്ടതാണ്, നല്ല സംസാരങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സംസാരങ്ങളും മാത്രമേ പറയാനായിട്ട് പാടുള്ളൂ. ഉപവസിക്കാൻ എളുപ്പമാണ്, ഉപവസിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ വലിയ പാടാണ്, അല്ലേ? ഉപവസിക്കണമെങ്കിൽ 10 ദിവസം വേണമെങ്കിൽ ഉപവസിക്കാം. പക്ഷെ നല്ല കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ വീട്ടിലിങ്ങനെ നല്ലതൊന്നും പറയാതെ വീട്ടിൽ പച്ചായ ഒരു സാധനം മേടിച്ചോണ്ട് വന്നു, അങ്ങനെ കേടായി കഴിഞ്ഞാൽ, കേടായ മീനാണ് മേടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ നമ്മളെന്നാ പറയും? നിങ്ങൾ പോയപ്പോഴേ അറിയായിരുന്നു കേടായത് മേടിച്ചുകൊണ്ട് വരുത്തുള്ളൂ, നിങ്ങൾക്ക് അല്ലെങ്കിലും ഇങ്ങനെയായിരുന്നു. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ സംസാരങ്ങൾക്ക് പകരം മാറിപ്പോകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു വിടണം, കൊച്ചെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു വിടണം, ചേട്ടായി
ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഇങ്ങനെ പരസ്പരം അനുഗ്രഹത്തിന്റെ സംസാരങ്ങൾ ഈ നോമ്പിന്റെ നാളുകളിൽ പകരണമേ. ഈ നോമ്പിന്റെ നാളുകളിൽ വചന കേൾവിക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭൂരിഭാഗം പേരുടെ കയ്യിലും വേദപുസ്തകം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, വചന കേൾവിക്കായിട്ട് ഇന്ന് പ്രഭാതം മുതൽ ഇന്ന് ഉച്ചവരെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കാണുന്നുണ്ട്. യേശു തമ്പുരാൻ വചനം പ്രഘോഷിച്ചു. വചന പ്രഘോഷണത്തിന്റെ ഒടുവിൽ 3 ദിവസം അവർ യേശുവിന്റെ കൂടെ ഇരുന്നു. വചന പ്രഘോഷണം കഴിഞ്ഞപ്പോൾ കർത്താവിന് അവരോട് ഒരു പ്രത്യേക കാര്യം തോന്നി. എന്താണെന്നറിയാമോ? അവരോട് മനസ്സലിവ് തോന്നി. വിശുദ്ധ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ തിരുവചനം. വിശുദ്ധ മത്തായി 15:32. കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ വചനം കേൾക്കാനായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനോട് കർത്താവിന് എന്ത് തോന്നും? മനസ്സലിവ് തോന്നും. നമ്മുടെ ജോലി സ്ഥലത്തോട് കർത്താവിന് മനസ്സലിവ് തോന്നും. വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയോടും വചന കേൾവിക്കായി ആലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന് മനസ്സലിവ് തോന്നും. അങ്ങനെ മനസ്സലിവ് തോന്നിയാൽ രണ്ടാമത് സംഭവിക്കുമെന്നോ? അവരവരുടെ ഭൗതിക കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അവരെന്തെങ്കിലും ചോദിച്ചു? അവർ വിശക്കുന്നെന്ന് പറഞ്ഞു ഇല്ല. പക്ഷെ വചന കേൾവി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഭൗതിക കാര്യത്തിൽ കർത്താവ് ഇടപെട്ടു തുടങ്ങി. അവർക്ക് വിശക്കുന്നുണ്ടെന്ന് കർത്താവിന് മനസ്സിലായി. അവർക്ക് ഭക്ഷണം അവൻ ഒരുക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാനായിട്ട്, ആരാധനയ്ക്കായിട്ട് ആലയത്തിന്റെ ഉള്ളിൽ യേശുവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഭൗതിക ആവശ്യങ്ങളെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഏറ്റെടുക്കും കേട്ടോ. നമ്മൾ ഭൗതിക ആവശ്യങ്ങളെ കുറിച്ച് ആകുലരാകണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഭൗതിക കാര്യങ്ങളെ കർത്താവ് ഏറ്റെടുത്തു തുടങ്ങും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് കർത്താവ് ഓരോരുത്തരുടെയും ഭൗതിക കാര്യങ്ങൾ, മക്കളുടെ പഠനമാകട്ടെ, ജോലിയാകട്ടെ, കർത്താവ് ഏറ്റെടുത്ത് തുടങ്ങും. ഒറ്റ കാര്യം ചെയ്താൽ മതി, വചനത്തിന്റെ മുൻപിൽ നമ്മളിങ്ങനെ ശാന്തമായിട്ട് ഇരുന്നാൽ മതി. വെറുതെ ഏറ്റെടുക്കുകയല്ല കേട്ടോ. ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവരെന്ത് ചെയ്തു? തിന്ന് തൃപ്തരായി, സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ മടങ്ങിപ്പോയത്. വെറുതെ പോവുകയല്ല ചെയ്തത്, അവരുടെ ഭൗതിക കാര്യങ്ങളിൽ അവര് സാറ്റിസ്ഫൈഡ് ആയി. നമ്മൾ നോർത്തേ വചനത്തിന്റെ മുൻപാകെ ഈ വേദപുസ്തകവും പിടിച്ച് നമ്മൾ അല്പനേരം ഭവനങ്ങളിൽ ഒന്നിരുന്നു കഴിഞ്ഞാൽ, ആലയത്തിന്റെ ഉള്ളിൽ ഒന്നിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളിലും, അത് കുടുംബമാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, ജോലിയാകട്ടെ, കർത്താവ് അതിൽ ഏറ്റെടുക്കും. കർത്താവിന് അതിനോട് മനസ്സലിവ് തോന്നും. ഒടുവിൽ സംതൃപ്തരായിട്ട് മടങ്ങിപ്പോകാനായിട്ട് ഇടയായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 39-ാമത്തെ തിരുവചനം. ആക്ട്സ് ഓഫ് അപ്പോസ്തലർ chapter 8 verses 39. നമ്മൾ ഓർത്തു നോക്കി, അവർ വെള്ളത്തിൽ നിന്ന് കയറി. ആരാണെന്നോ? ഫിലിപ്പോസും ഷണ്ടനുമാണ്. ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ആരാണ് സന്തോഷിച്ചുകൊണ്ട് പോയത്? ഫിലിപ്പോസോ? അല്ല, ഷണ്ടൻ. ഈ ഷണ്ടൻ സന്തോഷിച്ചുകൊണ്ട് പോകാനുള്ള കാരണം എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തി 8:35 പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഷണ്ടൻ സന്തോഷിച്ച് മടങ്ങി പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട ഒരു മനുഷ്യൻ മടങ്ങി പോകുന്നത് എങ്ങനെയാണ്? സന്തോഷിച്ച് മടങ്ങി പോകും. യേശുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം ഒരാൾ കേട്ടാൽ, വചനം പഠിപ്പിക്കുകയാണ്, അയാളുടെ ഉള്ളിൽ സന്തോഷം വരും. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ, ജീവിതത്തിന്റെ ആത്മീയ കാര്യങ്ങളിൽ സന്തോഷിച്ച് മടങ്ങി പോകാനുള്ള ഒരേ ഒരു കാര്യം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. നമ്മൾ നോർത്തെ ഫിലിപ്പോസ് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. ഫിലിപ്പോസ് ആരായിരുന്നു? അല്ല, കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന ഫിലിപ്പോസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന, 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള നാളുകളിൽ പരാമർശിക്കുന്ന ശമ്മാശനായ ഫിലിപ്പോസിനെ കുറിച്ചാണ്. ഓർക്കണം, ശമ്മാശനായിരിക്കുന്ന ഫിലിപ്പോസിനെ കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ്. ഇങ്ങനെ പരാമർശിച്ചിട്ട് മുൻപോട്ട് വരുമ്പോൾ ഫിലിപ്പോസിന്റെ പ്രവർത്തികൾ മൂലം വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:13
അപ്പോസ്തല പ്രവൃത്തി 8:11. യെരൂശലേമിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. അപ്പൊ നോർത്തെ ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയാണ്, ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ടാണെന്നോ? നിർജ്ജനമായിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് പോകണം. ഗസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരൊറ്റ മനുഷ്യന് വേണ്ടി ഗസ എന്ന പ്രദേശത്തോടുകൂടി സഞ്ചരിക്കുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടനോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി മാത്രം ഒരൊറ്റ മനുഷ്യന് വേണ്ടി വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന വലിയ സംഭവങ്ങളുടെ മധ്യേ ജീവിച്ച ഫിലിപ്പോസിനെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഗസ എന്ന നിർജ്ജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ വചനം കേൾക്കാനായിട്ട് ആരുണ്ടായിരുന്നു? ഷണ്ടനുണ്ടായിരുന്നു. വചനത്തിന്റെ കേൾവിക്കായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ഫിലിപ്പോസിനെ കൊണ്ടുപോയി. ഫിലിപ്പോസ് അയാളോട് സുവിശേഷം പറഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്? സന്തോഷത്തോടു കൂടി അയാൾക്ക് മടങ്ങിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടതുകൊണ്ടാണ് വചന കേൾവി കഴിയുമ്പോൾ, ഹൃദയപൂർവമായ വചന കേൾവി കഴിയുമ്പോൾ സന്തോഷം വരും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ തിരുവചനം. ഈ ആശ്വാസ വചനം അവർ വായിച്ചെന്ത് ചെയ്തു? സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ വചനം വായിച്ചപ്പോൾ അവർക്ക് എന്ത് വന്നു? സന്തോഷം വന്നു. ഇത് നമ്മളൊന്ന് ആലോചിച്ച്, നമ്മൾ ഈ വൈകിട്ട് വേദോത്സവം വീട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് എന്നാ വരുന്നത്? ഓരോ ഉറക്കമൊക്കെ നമ്മളൊരു അമ്മച്ചി പറഞ്ഞാൽ ഈ വചനം വായിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് ഉറക്കം വരും. അതൊരു പ്രത്യേക കൃപയായിട്ട് അമ്മച്ചി മനസ്സിലാക്കി അമ്മച്ചിക്ക് ഒന്നും രാത്രി ഉറക്കമില്ല. 1 മണിക്ക് എഴുന്നേറ്റ് വേദോത്സവം വായിക്കും, 5 മിനിറ്റ് കൊണ്ട് ഉറങ്ങിപ്പോകും. പ്രിയപ്പെട്ടവർ, വചനം വായിക്കുമ്പോൾ എന്ത് വരണമെന്നാണ് ഉത്ബോധിപ്പിക്കുന്നത്? ഹൃദയത്തിലൊരു സന്തോഷം. ഭക്ഷണം കഴിക്കുന്നതിനുള്ള അപ്പുറത്ത്, നമുക്ക് പ്രത്യേകമായിരിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒക്കെ അപ്പുറത്ത് വചന കേൾവിയും വചന വായനയും ഒരാളുടെ ജീവിതത്തിൽ സന്തോഷത്തെ നൽകാനായിട്ട് ഇടയായി തീരണം. ഒന്നാമത് കർത്താവിനവരോട് മനസ്സലിയും വചനം വായിക്കുമ്പോൾ എന്ത് തോന്നും? സന്തോഷം തോന്നാനായിട്ട് ഇടയായി തീരും. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ ഒരു ആശ്രമമാണ് അട്ടപ്പാടി ആശ്രമം. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിൽ വളർന്നു വന്ന ഒരു പയ്യൻ, കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ കോഴിക്കോട് പള്ളിയിൽ അവൻ വിശുദ്ധ കുർബാനയ്ക്ക് വരും. ക്രിസ്ത്യാനിയല്ല, ഹൈന്ദവനാണ്. പക്ഷെ അവൻ കുർബാനയ്ക്ക് വന്നു. അവൻ കുർബാനയ്ക്ക് വരുന്നത് രാവിലത്തെ വായനകൾ തുടങ്ങുമ്പോഴേ അവൻ വരും. അവനിങ്ങനെ വചനം കേൾക്കും. അവൻ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാനിങ്ങനെ ഉപയോഗിച്ചു, ചേട്ടാ എന്നായിയാണ് പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. എന്നുവെച്ചാൽ ഈ പള്ളി മെമ്പറാണോ? അല്ല. ഈ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് മെമ്പറാണോ അല്ലാത്തതാണോ നമുക്കറിയത്തില്ല. മെമ്പറാണോ? അല്ല. പക്ഷെ എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും ഞാനിവിടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ PG പഠിക്കുന്നതായിരിക്കുന്ന സമയം തൊട്ട് ഞാൻ ഇവിടെ പള്ളിയിലിരുന്നു. എന്താ മനുഷ്യൻ പറയാണ്? എന്നുവെച്ചാൽ ഈ വേദപുസ്തകമാണ് എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. എൻ്റെ പേര് ദീപു എന്നാണ്. യൂട്യൂബിനകത്തൊക്കെ ദീപു സദാശിവന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ചില സന്ദേശങ്ങളൊക്കെ ഉണ്ട്. ദീപു പറയാണ്, ദീപു വളർന്നത് അട്ടപ്പാടി ആശ്രമത്തിലാണ്. നിങ്ങൾ ഓർക്കണം, വളരെ ദൂരെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യർക്ക് വലിയ വാസമൊന്നുമില്ലാത്ത ഒരു നാടുകളിൽ ഞങ്ങൾക്കൊരു ആശ്രമമുണ്ട്. മലബാർ ഭദ്രാസനത്തിന്റെ ഒരു ആശ്രമമുണ്ട്. അതിനോട് ചേർന്ന് ഒരു കൊച്ചു സ്കൂളുണ്ട്. ഇപ്പൊ അത് വലിയ സ്കൂളായി. ഈ സ്കൂളിലാണ് ദീപു പഠിക്കുന്നത്. വീട്ടിലൊരു സാഹചര്യമില്ല. വീട്ടിൽ അപ്പനും അമ്മയും പറയാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാലും ഈ ആദിവാസികൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വർഗത്തിലാണ്. എന്നാലും ദീപുവിനെ സ്കൂളിൽ വിട്ട് പഠിക്കുന്നത്, ദീപു ഫ്രീ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ ദീപുവിന്റെ അമ്മ വന്ന ആശ്രമത്തിലെ അച്ഛന്മാരോട് പറഞ്ഞു, ദീപുവിനെ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല, ഭക്ഷണം കൊടുക്കാനുള്ള നിവൃത്തിയില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അച്ഛന്മാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആശ്രമത്തിൽ നിർത്തി പോകണം. അങ്ങനെ ദീപു 8ാം ക്ലാസ് മുതൽ ആശ്രമത്തിൽ നിന്നാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. പഠിക്കാൻ വലിയ സമർത്ഥനമൊന്നുമല്ല. അങ്ങനെ ദീപു ഇങ്ങനെ പഠിച്ചു പോകുന്നതിന്റെ നാളുകളിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ വലുതാവുമ്പോൾ ആരാവാൻ ആഗ്രഹം? അട്ടപ്പാടിയിലുള്ള പെൺപിള്ളേരുടെയൊക്കെ ആഗ്രഹം ഇങ്ങനെ തയ്യൽക്കാരികളോ അങ്ങനെയൊക്കെ ചെറിയ ആഗ്രഹങ്ങളോ. ആൺപിള്ളേരൊക്കെ പറഞ്ഞു ഡ്രൈവർ ആവണം, പോലീസ് ആവണം, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ ആഗ്രഹമൊക്കെ എങ്ങനെയായിരുന്നു. ഇതെല്ലാം പറഞ്ഞു. ദീപുവിനോട് ചോദിച്ചു, ദീപു പറഞ്ഞു
എനിക്ക് ഡോക്ടറാകണം. പ്രിയപ്പെട്ടവരുടെ മാർക്ക് അധ്യാപകർക്കും കുട്ടികൾക്കും അറിയാവുന്നതുകൊണ്ട് ക്ലാസ് മൊത്തം ഇരുന്ന് ചിരിച്ചു. ഒരു ക്ലാസ് മൊത്തം ഇരുന്ന് ചിരിക്കുകയാണ്. ദീപുവിന് വലിയ സങ്കടമായി. ദീപു വൈകുന്നേരം വന്ന് ആശ്രമത്തിൽ വന്ന് റംബാച്ചനോട് പറഞ്ഞു, റംബാച്ച, ഞാനിന്ന് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു. എന്തിനാണ് ചിരിച്ചത്? ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു ഡോക്ടറാവണമെന്ന്. ഇവന്റെ മാർക്ക് നമ്മുടെ മൊബൈൽ നമ്പർ പോലെയാണ്, 9447 എന്നുള്ള മാർക്കായത് കാരണം ആശ്രമത്തിലുള്ളവരും ചിരിച്ചു. ദീപു വലിയ സങ്കടത്തിലായി. ദീപു വലിയ സങ്കടത്തിൽ നിന്നപ്പോൾ ദീപുവിനോട് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, മോനെ, നീ വചനം വായിച്ചു തുടങ്ങാം, ഈ പുസ്തകം നീ ഒന്ന് വായിച്ചേ. ദീപു ആദ്യമായിട്ട് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയോട് അനുബന്ധിച്ച് ഈ വചനം വായിക്കാനായിട്ട് പോകണം. ദീപു ഒരുപാട് നേരം ആശ്രമത്തിന്റെ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവിനോട് സംസാരിക്കണം, ഈ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കണം. ദീപു എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരൻ അവൻ ആദ്യമായിട്ട് വേദപുസ്തകം ജീവിതത്തിൽ തുറന്നപ്പോൾ അവന് ലഭ്യമായിരിക്കുന്ന വചനം 37-ാം സങ്കീർത്തനം 5-ാമത്തെ 4-ാമത്തെ തിരുവചനം. 37-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം വായിക്കാമോ? യഹോവയിൽ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. ദീപുവിന് വലിയ സന്തോഷമായി. ദീപുവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ഡോക്ടറാണ്. അപ്പൊ നാട്ടെ വചനം പറയുകയാണ്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. പക്ഷെ ദീപു കുറെ കൂടി ബുദ്ധിയുള്ള പയ്യനാണ്. ദീപു വചനത്തിന്റെ 2ാമത്തെ ഭാഗത്തിൽ ലഭ്യമായ സന്തോഷത്തെ മാത്രമല്ല ഓർത്തത്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകുമെന്നത് മാത്രമല്ല ഓർത്തെടുത്തത്. 1ാമത്തെ ഭാഗം ശ്രദ്ധിച്ചു. 1ാമത്തെ ഭാഗം എന്തായിരുന്നു? യഹോവയിൽ. ഇത് 2 ഭാഗമാക്കുകയാണെങ്കിൽ പാർട്ട് എ യഹോവയിൽ രസിച്ചുകൊള്ളുക, പാർട്ട് ബി അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. നമുക്കിതിലേത് ഇഷ്ടപ്പെട്ടെ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇന്നിപ്പോ സ്റ്റാറ്റസ് ഇടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതെടുക്കും? യഹോവയിൽ രസിച്ചുകൊള്ളുക കൊള്ളില്ല. യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. സൂപ്പർ അല്ലേ? പ്രിയപ്പെട്ടവരെ, ദീപു ഈ ഭാഗത്തെ 2ആയി തിരിച്ചു. ദീപുവിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുത്തു. ബോധ്യം എന്താണെന്നോ? യഹോവയിൽ രസിച്ചാൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകും. യഹോവയിൽ സന്തോഷം കണ്ടെത്തിയാൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകും. അന്ന് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കുന്ന ദീപുവിற்கு ആകെ ഇവർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ 4 മണിയുടെ സിനിമയായിരുന്നു. മുതിർന്നവർക്കറിയാമല്ലോ, ആകെയുള്ളത് അതായിരുന്നു. ദീപു ഇത് വേണ്ടാന്ന് വെച്ചു. സിനിമ വേണ്ടാന്ന് വെച്ചു. അപ്പൊ പിള്ളേര് വെച്ചു, അതിനാ നീ സിനിമ കാണുന്നില്ലേ? ഞാൻ വേറെ ദിവസം വാങ്ങിക്കാൻ പോകും. അങ്ങനെ ഈ 4 മണി തൊട്ട് സിനിമ കഴിയുന്ന 6 മണി വരെയുള്ള സമയം ദീപു ചാപ്പലിൽ നിന്ന് ബൈബിൾ വായിക്കും. വൈകുന്നേരം എല്ലാവരും കൂടിയിരുന്ന് ബഹളം ഉണ്ടാക്കുന്ന നേരങ്ങളുണ്ടായിരുന്നു. ദീപു ഇത് മാറ്റിവെച്ചു. ദീപുവിന്റെ രസം ദീപു മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്തെന്നോ? വചനത്തിൽ രസം. ദീപുവിന് പ്രാർത്ഥിക്കാനായിട്ട് അറിയത്തില്ല, പക്ഷെ ദീപു ഇരുന്ന് വേദോത്സവം വായിക്കാനായിട്ട് തുടങ്ങി. നമസ്കാരങ്ങളിൽ രാവിലെ 5 മണിക്ക് ചാപ്പലിലെ നമസ്കാരം തുടങ്ങും. ദീപുവിന് രാവിലെ ഭയങ്കര രസമായിരുന്നത് ഉറങ്ങാനായിട്ട്, നമുക്കിപ്പോൾ ഉള്ളത് തന്നെ. പക്ഷെ ദീപു എന്ത് ചെയ്തിരുന്നോ? അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലിൽ ചെന്ന് തുടങ്ങി. ദീപുവിന്റെ രസങ്ങളെല്ലാം ദീപു മാറ്റിവെച്ചു. യേശുവിൽ സന്തോഷിക്കാനായിട്ട് തീരുമാനിച്ചു. വചനം ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ നാളുകളിൽ 10ാം ക്ലാസ് ദീപു പാസ്സായി. ഏകദേശം 370 മാർക്കോടുകൂടി പാസ്സായ ദീപു അട്ടപ്പാടിക്ക് അടുത്ത് തന്നെ +2 പഠിച്ചു. +2 കഴിഞ്ഞതിന് ശേഷം ദീപുവിന്റെ ആഗ്രഹം ആശ്രമത്തിലെ അച്ഛന്മാരോട് പറഞ്ഞപ്പോൾ അന്നത്തെ ഞങ്ങളുടെ മെത്രാപ്പോലീത്തായുടെ ശുപാർശയോടുകൂടി ദീപുവിനെ പാലായി ബ്രില്യന്റ് കിട്ടും. ആ നാളുകളിൽ ആദ്യത്തെ വർഷം തന്നെ 470ാമത്തെ റാങ്കോടുകൂടി അട്ടപ്പാടിയിലുള്ളതായിരിക്കുന്ന ദീപു സദാശിവൻ എന്ന് പറയുന്ന പയ്യൻ അവൻ പാസ്സായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നു. അവിടെ തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടി. പിന്നീട് അവിടെ നിന്ന് വിവാഹം കഴിച്ചു. കുടുംബമായി കോഴിക്കോട് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ എന്തിനാണെന്നോ? വചനം കേൾക്കാനായിട്ട്. അവൻ പറയുന്ന വെച്ചാൽ വീട്ടില് അവള് ഹിന്ദുവാണ്, ഞങ്ങളിരുന്ന് വചനം വായിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം അരമണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം വായിക്കും. ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ ഹിന്ദു അല്ലേ? പുള്ളിക്കാരി അച്ഛാ അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ഈ പുസ്തകം വായിക്കും. യഹോവയിൽ രസിച്ചാൽ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും ദൈവം നൽകും.
നമ്മുടെ രസങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പുസ്തകവുമായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള രസമല്ല ഇത് തന്നെ, ഇതാണ് ഇങ്ങനെ കൊണ്ട്. വൈകുന്നേരമുള്ള രസമല്ല ഇത് തന്നെ, നോണ്ടിയത് തന്നെ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രസങ്ങൾ മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിൽ ഒന്ന് സന്തോഷിക്കാനായിട്ട് ആരംഭിച്ചാൽ ദൈവം നമ്മളെ ഏറ്റെടുത്തു തുടങ്ങും. ഓർക്കണമേ, വചനം നന്നായി വായിച്ചാൽ, വചനത്തിൽ സന്തോഷിച്ചാൽ കർത്താവിന് നമ്മളോട് എന്ത് തോന്നും? മനസ്സലിവ് തോന്നും. രണ്ടാമത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് വരുമെന്നോ? അസാധാരണമായ ഒരു സന്തോഷം വരും. ദീപുവിന്റെ ജീവിതത്തിന് സന്തോഷം ലഭ്യമായത് ഈ വചനത്തിന്റെ പുസ്തകത്തിലൂടെയാണ്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ, വചനത്തിന്റെ പുസ്തകം, വേദപുസ്തകം കൊണ്ടുവന്ന ഒരുപാട് പേര് ഉണ്ട്, വലിയ സന്തോഷമുണ്ട്. സത്യമായിട്ട് നമ്മൾ ഇന്ന് വചന പ്രഘോഷണമായിരുന്നല്ലോ നമ്മുടെ പോസ്റ്ററിനകത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, എന്ത് ചെയ്യണം? ഈ പുസ്തകം കൊണ്ടുപോകണം. എവിടെ പോയാലും നമ്മൾ നമ്മുടെ മൊബൈൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്തൊരു പരവേശമല്ലേ, എന്തൊരു ടെൻഷനാണ്. ഈ സാധനം ഒന്ന് ഓണാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഞാനിന്നലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത് ഓണാക്കാൻ പറ്റിയില്ല, എന്തോ റേഞ്ചിന്റെ പ്രശ്നം. എന്തൊരു ടെൻഷനാണെന്ന് അറിയാമോ? എന്നാൽ എവിടെയെങ്കിലും പോകുമ്പോൾ വേദപുസ്തകം എടുത്തില്ലെങ്കിൽ എന്നെ എന്ത് ടെൻഷനുണ്ടോ? എന്ത് ടെൻഷൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം സന്തോഷമായിട്ട് മാറണം കേട്ടോ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വചനം, ലൂക്കോസ് 24:32, തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ലൂക്കോസ് 24:32, ലൂക്ക് ചാപ്റ്റർ 24:32. സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോഴും വചനം സംസാരിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് എന്ത് വരുമെന്നോ? ഒരു അസാധാരണമായ തീ വരും, ഒരു പ്രകാശം വരും. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 105-ാം തിരുവചനം. വേദപുസ്തകം നോക്കണ്ട, എന്നെ നോക്കി. 119, 105 അതെങ്കിലും കാണാതെ പഠിക്കണം. നിന്റെ വചനം എന്റെ ഊടുവഴികൾക്ക്. പ്രിയപ്പെട്ട, ഒരു വചനം തുറന്നാൽ എന്ത് വരുമെന്നോ? പ്രകാശം ഉണ്ടാകും. 119-ാം സങ്കീർത്തനം 130-ാമത്തെ തിരുവചനം വീണ്ടും പറയുകയാണ്, വചനം തുറക്കുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകും. അങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു വീട്ടിൽ, അന്ധകാരം മാത്രം പിടിപെട്ട് കിടക്കുന്ന ഒരു വീട്ടിൽ, ഇനി പ്രത്യാശയില്ല എന്ന് കരുതുന്ന ചിലയിടങ്ങളിൽ, ഇനി യാതൊരു വിധമായിരിക്കുന്ന മുൻപോട്ടുള്ള വഴികളിലും രക്ഷയില്ല എന്ന് കരുതുന്ന വേളകളിൽ, പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കി മുൻപിൽ വഴിയുണ്ടാകും കേട്ടോ. അസാധാരണമായിരിക്കുന്ന വഴിയുണ്ടാകും. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാവായ അഫ്രഹാത്ത് ഈ വചനത്തിന് എഴുതിയതായിരിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗങ്ങളിൽ. ലൂക്കോസിന്റെ സുവിശേഷം 15:8 മുതൽ. ആ ഭാഗം നമുക്ക് സുപരിചിതമാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്, 10 എണ്ണത്തിൽ ഒരെണ്ണം കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരും, അവൾക്കത് ലഭ്യമാകും. പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്തെ കുറിച്ച് സുറിയാനി സഭയുടെ പിതാവായിരിക്കുന്ന അഫ്രഹാത്തിന്റെ എഴുത്ത് ഇപ്രകാരമാണ്: ഈ 10 നാണയം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം ചെയ്ത് ഒരു പുതിയ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ കഴുത്തിലുള്ള 10 കൽപ്പനകളാണ്. കർണാഭരണമായിട്ട് അവൾക്ക് ഇത് നൽകിയിരിക്കുകയാണ്. 10 കൽപ്പനകൾ എഴുതിയതായിരിക്കുന്ന, വചനം എഴുതിയതായിരിക്കുന്ന ഓരോ മുത്തുകളും. അതിലൊരെണ്ണം ജീവിതത്തിന്റെ വേളകളിൽ എവിടെയോ നഷ്ടമായി പോയി. തിരക്കുകൾക്കിടയിൽ, ഒരുപാട് ഓട്ടങ്ങൾക്കിടയിൽ എവിടെയോ നഷ്ടമായി പോവുകയാണ്. ആ സ്ത്രീ എന്ത് ചെയ്യുന്നു? അവൾ വിളക്ക് കത്തിച്ചു. ആ വിളക്കിനെ കുറിച്ച് ഇപ്രകാരമാണ് കുറെ എഴുതുന്നത്. 119-ാം സങ്കീർത്തനം 105 നമ്മളിപ്പോ കാണാതെ പറഞ്ഞതാണ്, നിന്റെ വചനം വിളക്കാണ്. പ്രിയപ്പെട്ട, ഒരു വചനം വിളക്കാണ്. ജീവിതത്തിൽ നഷ്ടമായി പോയ ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ വചനം തുറന്നാൽ മതി കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയല്ല പോകേണ്ടിയിരുന്നതെന്ന്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നഷ്ടമായി പോകുമല്ലേ? നമ്മൾ ചിലപ്പോൾ കരുതിയിട്ടില്ലേ, ദൈവമേ ഞങ്ങളുടെ ശൈശവത്തിലെ പ്രാർത്ഥനാ ജീവിതവും ഞങ്ങളുടെ കൃപയോട് കൂടിയതായിരിക്കുന്ന ഉപവാസവും ഒക്കെ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ നഷ്ടമായി പോകുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. നഷ്ടമായി പോയത് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു വിളക്ക് കത്തിക്കണം. ആ വിളക്കാണ് പ്രിയപ്പെട്ടവരെ വചനം. അഫ്രഹാത്തിന്റെ എഴുത്തുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ വഴിത്താരകളിൽ നഷ്ടമായി പോയതെല്ലാം, നഷ്ടമായി പോയ പ്രത്യാശ, നഷ്ടമായി പോയ കൃപകൾ, നഷ്ടമായി പോയ ദൈവ സംസാരങ്ങൾ,
ഇത് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു മനുഷ്യനെ സഹായിക്കുന്നുവെന്നാണ് വചനം എന്നുള്ളത്. ചിലപ്പോൾ ജീവിതത്തിൽ നിരാശയിലേക്ക് നമ്മളിങ്ങനെ പോകാം. ചിലയിടങ്ങളിലൊക്കെ രോഗമായിരിക്കാം, ക്ലേശമായിരിക്കാം. ദൈവമേ, ഈ വഴിത്താരകളിൽ ഒരു പ്രത്യാശ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? 1879 ജനിച്ച് 1942 മരിച്ച ഒരു പഴയ അച്ഛനുണ്ട്. TJ ആൻഡ്രൂസ് എന്നാണ് അച്ഛൻ്റെ പേര്. CMI സഭയിലെ ഒരു വൈദികനാണ് TJ ആൻഡ്രൂസ് അച്ഛൻ. ജീവിതത്തിന്റെ ശുശ്രൂഷകൾ ഇങ്ങനെ ആരംഭിച്ചിട്ട് 1909 നാളൊക്കെ വരുമ്പോഴേക്കും തൻ്റെ 35-ാമത്തെ വയസ്സിൽ തളർവാദ രോഗം പിടിപെട്ട് കട്ടിലേൽ കിടക്കുകയാണ്. പീരുമേടിനടുത്തുള്ള ഒരു കൊച്ചു ദേവാലയത്തിൽ CMI സഭയുടെ ഈ ഒരു വൈദികൻ തളർവാദ രോഗം പിടിപെട്ട് കട്ടിലേൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ജീവിതത്തിന്റെ പ്രത്യാശയൊക്കെ അറ്റുപോയി. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുന്നില്ല, തിരുവചനം പ്രഘോഷിക്കാനായിട്ട് പറ്റുന്നില്ല, ജനങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ജീവിതത്തിന്റെ വലിയ വിഷമങ്ങളിൽ ഈ മനുഷ്യനായിരിക്കുന്ന വേളയിൽ ആ ദേവാലയത്തിലേക്ക് പുതുതായി ഒരു കൊച്ചച്ഛൻ ചുമതലയേറ്റെടുത്തു വന്നു. അകത്ത മുറിക്കുള്ളിൽ പഴന്തമിക്കെട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നത് പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന TJ ആൻഡ്രൂസ് അച്ഛന്റെ അരികിൽ ചെന്നിരുന്നിട്ട് ഈ കൊച്ചച്ഛൻ വേദപുസ്തകം ഇങ്ങനെ വായിച്ചു തുടങ്ങി. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. സുവിശേഷം ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങി. നിരാശയിലേക്ക് ആണ്ടുപോയ TJ ആൻഡ്രൂസ് അച്ഛന് പ്രത്യാശ വന്നു തുടങ്ങി. എന്തൊന്നില്ലാത്തൊരു പ്രത്യാശ. തന്റെ 36-ാമത്തെ വയസ്സിൽ വലിയ പ്രത്യാശ. 1909 നാളുകളിൽ ഈ കിടക്കയിൽ നിന്ന് ഈ മനുഷ്യൻ പതുക്കെ ചലിച്ചു തുടങ്ങി. അദ്ദേഹത്തെ ഈ കൊച്ചച്ഛൻ താങ്ങി എഴുന്നേൽപ്പിച്ചു. ചെവിക്കുള്ളിലേക്ക് ഇങ്ങനെ വചനം വായിച്ചു തുടങ്ങി. വചനത്തിന്റെ നിരന്തരമായ കേൾവി, രാത്രിയിലും പകലിലും ഉള്ളതായിരിക്കുന്ന വചനത്തിന്റെ നിരന്തരമായ കേൾവി മൂലം 1910 നാളുകളിൽ ജീവിതത്തിൽ പ്രത്യാശയുടെ വലിയൊരു സന്ദേശം TJ ആൻഡ്രൂസ് അച്ഛന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പകൽക്കാലം തന്റെ മുറിയിൽ കൈകൾ ചലിപ്പിക്കുവാൻ അത്രമേൽ പ്രയാസമുള്ളപ്പോൾ തന്റെ അരികിലിരുന്നതായിരിക്കുന്ന ഈ കൊച്ചച്ഛനോട് TJ ആൻഡ്രൂസ് അച്ഛൻ പറഞ്ഞു, ഞാനൊരു പാട്ടിന്റെ വരികൾ പറഞ്ഞുതരാം, എന്റെ കൂടെ ഇരുന്ന് പാടണം. TJ ആൻഡ്രൂസ് അച്ഛൻ 1910 നാളുകളിൽ, എനിക്ക് തോന്നുന്നു 2010 വരുമ്പോഴേക്കും 100 വർഷമാവുകയാണ്. 100 വർഷത്തിനടുത്തുള്ള ഒരു പഴയ ഗാനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വചനം മാത്രം വായിച്ചതിന്റെ പ്രത്യാശയിൽ, ഇതിങ്ങനെ കേട്ടതിന്റെ പ്രത്യാശയിൽ രോഗക്കിടക്കയിൽ കിടന്നിരുന്ന 37 വയസ്സുകാരൻ ഇപ്രകാരം പറയുകയാണ്: രോഗമെന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാരുവൻ, വേഗം വരുമെൻ നാഥൻ, ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെൻ നാഥൻ, ദേഹം പുതുതാക്കിടാൻ. ആ പാട്ടിന്റെ ആദ്യ വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശുവിൻ മനുഷ്യൻ എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ. 100-ൽ പരം ഗാനങ്ങൾ ഈ മനുഷ്യൻ എഴുതി. അക്കിടക്കയിൽ നിന്ന് 100-ൽ പരം ഗാനങ്ങൾ എഴുതി TJ ആൻഡ്രൂസ് അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹം തൻ്റെ എഴുത്തുകളിലെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകമാണ്, ജീവിക്കാനുള്ള പ്രത്യാശ നൽകിയത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇങ്ങനെ അന്ധകാരം മൂടുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അറ്റുപോകുമ്പോൾ ഈ പുസ്തകം നമുക്ക് വലിയ പ്രത്യാശ നൽകും. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ നാളുകളിൽ തിരുവചനം കൂടുതൽ വായിക്കണമെന്നും തിരുവചനം കൂടുതൽ കേൾക്കണമെന്നും ഒക്കെ പറയുന്നത്. അബ്രഹാം ദൈവവചനം വിശ്വസിച്ചു. എന്തായി തീർന്നോ അത് കൃപയായി കണക്കിട്ടു. ദൈവവചനത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം എന്ന് അബ്രഹാമിനോട് പറയാണ്, നീ നിന്റെ മകനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകണം.
അബ്രഹാമിനെ വിളിച്ചു വരുത്തിയിട്ട് ഉൽപ്പത്തി 22-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ബലി കഴിക്കാനായിട്ട് പോവുകയാണ്. ഒന്നോർത്തെ, ഉൽപ്പത്തി 22-ാം അധ്യായത്തിന്റെ പൂർണ്ണ ഭാഗങ്ങളിൽ തന്റെ സ്വന്തം പുത്രനായ താൻ ഏറെ സ്നേഹിച്ച ഇസഹാക്കുമായിട്ട് ബലി കഴിക്കാനായിട്ട് അബ്രഹാം പോകുന്നത് ദൈവത്തിന്റെ എന്തനുസരിച്ചിട്ടാണ്? വചനമനുസരിച്ചിട്ട്. ദൈവത്തിന്റെ വചനം മാത്രം അനുസരിച്ചിട്ട് ബലി കഴിക്കാനായിട്ട് പോവുകയാണ്. വീട്ടിൽ പറഞ്ഞായിരുന്നു ഈ സംഭവം. സാറയോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരാധന അർപ്പിച്ചിട്ട് മടങ്ങി വരാം. ഉൽപ്പത്തി 22-ന്റെ 5-ാമത്തെ തിരുവചനം. സാറയോടും തന്റെ കൂടെയുള്ളവരോടും പറയാണ്, ഞങ്ങൾ ആരാധന അർപ്പിച്ചിട്ട് മടങ്ങി വരാം. അങ്ങനെ ഇസഹാക്കിനെയും കൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുന്നു. നമുക്ക് സുപരിചിതമാണ്. ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തുന്നു, കത്തി എടുക്കുന്നു, വെട്ടാനായിട്ട് തുടങ്ങുന്നു. ഇസഹാക്ക് അതിനു മുൻപ് ആകെ ചോദിക്കുന്നത്, അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആടുകളെ. അത്രയ്ക്കും മിടുക്കനായിരുന്നു. ഹോമയാഗത്തിന് എന്ത് വേണമെന്ന് ഇസഹാക്കിന് അറിയാം. ആട് വേണമെന്ന് ആർക്കറിയാം? നമ്മുടെ പിള്ളേർക്ക് കുർബാനയ്ക്ക് എന്നാ വേണ്ടതെന്ന് അറിയാവോ? ഈ ഇടയ്ക്ക് വീടൂദാശിക്ക് എന്നൊക്കെ വിളിച്ചു. അച്ഛാ തീ വല്ലതും വേണം. തീ വേണം, കുറച്ച് വെള്ളം മതി, വെള്ളം അച്ഛനെ കുടിക്കാൻ. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടും. ഞാൻ ഇവിടെ ഇതല്ലേ നമ്മുടെ ഇങ്ങനെ തളിക്കാനായിട്ട് പോകുമ്പോഴേ ഒരു പാത്രത്തിൽ, വലിയ പാത്രത്തിൽ വേണോ ചെറിയ പാത്രത്തിൽ വേണോ? കുറച്ച് മതിയാണ് നിന്റെ വീടിനനുസരിച്ച് അവിടെയൊക്കെ തളിക്കാൻ വേണ്ടി. നമ്മുടെ ആരാധനയെ കുറിച്ച്, വചനത്തെ കുറിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ബോധ്യമില്ലാതിരിക്കുന്ന ഒരു നാളുകളിൽ ഓർക്കണം, ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ഹോമയാഗത്തിന് എന്ത് വേണമെന്ന് ഇസഹാക്കിന് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയാനായിട്ട് വന്നത്, മലയുടെ മുകളിൽ ചെന്നു. ഇസഹാക്ക് കൊല്ലപ്പെട്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. ഇസഹാക്ക് കൊല്ലപ്പെട്ടെങ്കിൽ കുറച്ചും കൂടി ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്താ? വീട്ടിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ല. അബ്രഹാമിന്റെ ഉള്ളിലുള്ള ഒരു വചനമാണ് അബ്രഹാമിനെ നയിച്ചത്. ദൈവം നടത്തുമെന്നുള്ളൊരു വചനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ ഒരു വചനം കേൾക്കുകയാണ്, കൊച്ചിനെ കൊണ്ടുപോയിട്ട് ബലി കഴിക്കണമെന്ന്. ഞാൻ കേട്ട പാതി കേൾക്കാതെ പറയുന്ന പിന്നെ വീട്ടിൽ എൻ്റെ ഭാര്യയോടൊക്കെ പറയുകയാണ്, ഞാനിങ്ങനെ ചെറുക്കനുമായിട്ട് പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാമെന്നല്ല പറയുന്നത്. ഇസഹാക്ക് എട്ടുപുട്ടം തിരിയാത്ത 2 വയസ്സുള്ള കൊച്ചല്ല, അവന് നല്ല പ്രായമുണ്ട്. ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലെ ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇങ്ങനെ പള്ളിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവനോട് ചോദിച്ചാ, നമ്മള് കുർബാനയ്ക്ക് പോകുമ്പോൾ അപ്പോൾ ഒന്നും കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ അതൊക്കെ അവിടെ ഉണ്ട്, എല്ലാം ക്രമീകരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് ചെന്നിട്ട് ഞാനോട് പറയണം, എടാ ഒന്ന് കണ്ണൊന്ന് കെട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ കെട്ടി അവനിങ്ങനെ ബലിപീഠത്തിൽ കിടത്തി. എന്നിട്ട് ഞാനിങ്ങനെ വെട്ടാനായിട്ട് ഒരുങ്ങുമ്പോൾ മാലാഖ വന്നിട്ട് പറയുകയാണ്, അവനെ വിട്ടയക്കാൻ പറഞ്ഞ് കണ്ണിന്റെ കെട്ട കഴിച്ച് അവൻ ആദ്യം എന്ത് ചെയ്യും? അവനെന്നായും നിങ്ങളുടെ വെച്ചാണ് എന്നായും അപ്പ എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുവോ? അവൻ ഇറങ്ങി ഓടും. അവിടുന്ന് അവൻ ഓടും. കിട്ടുന്ന ബസ് പിടിച്ച് അവൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയും, അപ്പൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. അമ്മേ, അപ്പന്റെ കൂടെ കിടക്കുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ പുള്ളി കത്തിയൊക്കെ എടുത്ത് വരികയാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ചെറിയൊരു പ്രശ്നം, നമുക്ക് ശ്രദ്ധിക്കണം. അപ്പൻ എന്ത് ചെയ്യണം? ഒന്ന് വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കണം, ഇല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോകണം. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ കുഞ്ഞ് വീട്ടിൽ ചെന്ന് മറുപടി പറഞ്ഞത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ അബ്രഹാമിന് ഈ വചനം പിൽക്കാലത്ത് കൃപയായി തീർന്നു. ഒരു വചനം അനുസരിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു വചനം അനുസരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ പ്രയാസമുണ്ട്. വെറുതെ ഒരു വചനം അനുസരിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഈ കാലം ചെയ്ത ദേവസ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ വേദപുസ്തകത്തിലെ ചില വചനങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ മഞ്ഞ മാർക്കർ കൊണ്ട് വരച്ചിട്ടുണ്ട്, ചിലതിൽ റോസ് മാർക്കർ കൊണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പൊ ആകെ വരയും കുത്ത് കുറിയാണല്ലോ, ചമാച ഈ മഞ്ഞ മാർക്കർ കൊണ്ട് വരച്ചതൊക്കെ പാലിച്ച വചനങ്ങളാണ്. എന്താണ് ഞാൻ ചോദിച്ചത്? റോസ് മാർക്കർ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ്. അപ്പൊ ഞാൻ അവരോട് എങ്ങനെ കണ്ടു? മത്തായിയുടെ സുവിശേഷം വിധിക്കരുത്. ഞാൻ ചോദിച്ചു, ഇതിപ്പം അത് പാലിക്കാൻ പറ്റിയിട്ടില്ല, പറ്റിയോ? അത് പാലിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? വിധിക്കരുത് ഇല്ല. ചിലതൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചറ പറയും വരച്ചിട്ടുണ്ട്. ഏതാണോ? വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണ്. ഞാൻ ചോദിച്ചിട്ടല്ല, ഇത് ചെറുപ്പം തൊട്ട് പോകുന്നതാണ്. അപ്പൊ അത് പാലിച്ച വചനമാണ്. പാലിച്ച വചനം മഞ്ഞ കൊണ്ടും മറ്റത് റോസ് കളർ കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം
വചനം പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ചില എഫേർട്ട് എടുക്കണം. ഇന്ന് ഈ ആലയത്തിന്റെ ഉള്ളിൽ വചനം പാലിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. വചനം എന്ത് ചെയ്യാൻ വേണ്ടിയല്ല, കേട്ടിട്ട് പോകാൻ വേണ്ടിയല്ല, വചനം പാലിക്കണം. വീട്ടിൽ ചെന്നിട്ട് വേദപുസ്തകം എടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കിയിട്ട് ഒരു വചനം പാലിക്കാൻ വേണ്ടി തീരുമാനമെടുക്കണം. ഒന്നാമത്തെ വചനം വെറുതെ ഒന്ന് പാലിച്ചു നോക്കാം. കണ്ണിൽ കോലിരിക്കെ വേണ്ട അല്ലേ, സുഖമില്ല അല്ലേ, അത് വേണ്ട, ശരിയാവില്ല. രാവിലെ തൊട്ട് ഇങ്ങനെ വീട്ടില് അപ്പുറത്തോന്റെ ഇപ്പുറത്തോന്റെ കരക്കെടുത്തോണ്ടിരിക്കുകയാണ്, അത് വേണ്ട. എന്നാ പിന്നെ വിധിക്കരുത്, അതൊട്ടും പറ്റത്തില്ല. കാരണം ബാബാതിരുമേനി തൊട്ട് താഴെ വരെയുള്ളവരെ ഇങ്ങനെ വിധിച്ച് അവരാരും ശരിയില്ല, നമ്മളൊട്ടും ശരിയില്ല. എന്നാ പിന്നെ അത് വേണ്ട. പാപം ചെയ്യരുത്, അതും വേണ്ട. ഇവിടെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഈ പുസ്തകം വെറുതെ എടുത്തിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പാലിച്ചു നോക്കി, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. വചനം പാലിക്കാൻ തുടങ്ങിയാൽ മാറ്റം ഉണ്ടാകും, ജീവിതത്തിൽ അസാധാരണമായ മാറ്റം ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിരിക്കുന്ന രീതിയിൽ ഇടപെടാനായിട്ട് തുടങ്ങും. ആയതുകൊണ്ട് വചനം പാലിക്കുമ്പോൾ ഇരുട്ട് മാറും. ചിലയിടങ്ങളിൽ ഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ലൂക്കോസ് 24 നമ്മൾ ആരംഭിച്ചത്. അവരുടെ ഹൃദയം എന്ത് ചെയ്തു? അവൻ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അതായത് വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് പ്രത്യേക ഒരു പ്രകാശം, ഇരുട്ട് നീങ്ങി പോവുകയാണ്, ജീവിതത്തിന്റെ നിരാശകൾ മാറിപ്പോവുകയാണ്. വലിയൊരു പ്രകാശം ഹൃദയത്തിനകത്തേക്ക് വന്നിട്ട് ജീവിതത്തിൽ ഉൾപ്രകാശത്തിൽ നിറഞ്ഞു കവിയുവാൻ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് തോന്നുകയാണ്. ആയതുകൊണ്ട് ഹൃദയത്തിനകത്ത് വചനം ഉണ്ടാകണം. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് ഉപവസിച്ച് വചനം കേൾക്കാൻ വേണ്ടിയാണ്. ആ പോസ്റ്ററിനകത്ത് ഞാനൊരു സെന്റൻസ് കണ്ടായിരുന്നു, ഫാസ്റ്റിംഗ് ലണ്ടനോ ആണോ, ഉപവസിച്ച് പ്രാർത്ഥന. ഉപവസിച്ച് എങ്ങനെ കിട്ടുന്നറിയാമോ? ഉപവസിച്ച് വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ കൃപയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവർത്തനം 13:2. കണ്ടോ, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് എന്ത് ചെയ്തു തുടങ്ങി? സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മുൻപോട്ടുള്ള വഴികൾ എങ്ങനെയാണെന്ന് ഉപവാസത്തോടു കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഈ വലിയ നോമ്പിന്റെ നാളുകൾ നമ്മൾ നന്നായി ഉപയോഗിക്കണം. ഉപവസിച്ചുകൊണ്ട് ഭവനത്തിൽ തിരുവചനം വായിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ചും ആര് ഹൃദയത്തിൽ പറഞ്ഞു തരുമെന്നോ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. നമ്മളോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കും കേട്ടോ, വ്യക്തിപരമായി സംസാരിക്കും ഓരോ കാര്യത്തെക്കുറിച്ചും. വൈകുന്നേരം നമ്മൾ ഭവനത്തിലിരിക്കുമ്പോൾ വ്യക്തിപരമായി വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഓരോ കാര്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ഇങ്ങനെ വ്യക്തിപരമായി ഇടപെടും. ഞാൻ ഇടപെട്ട ഒരു സംഭവം പറയാം. ഒരു ഭവനത്തിൽ എത്ര നോക്കിയിട്ടും ആകെ പ്രയാസങ്ങളാണ്. അവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇവിടെ എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്, വീടൊന്നും ഒന്ന് കൂതാ ചെയ്യണം. അവന് വീട് കൂതാ ചെയ്തേക്കാന്ന് കരുതി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി ആകപ്പാടൊരു നെഗറ്റീവ് എനർജിയാണ് ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ. അങ്ങനെ വീട് കൂതാശയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവർ ടീപ്പോയിൽ 2 മെഴുകുതിരി ഇതൊക്കെ കൂടെ ഒരു വേദപുസ്തകം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്രഹനാഥനോട് വെറുതെ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഈ ഗ്രഹനാഥൻ വളരെ കാര്യമായിട്ട് ഒരു വേദപുസ്തകം തുറന്ന് വായിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വചനം ഞാൻ കേൾക്കുന്നത്. സക്കറിയ പ്രവചന പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. സക്കറിയ 9:8 ഒന്ന് നോക്കാമോ? ആരും പോക്ക് വരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമാണ്. എന്നാ ചെയ്യാതിരിക്കേണ്ടതിന്? പോക്ക് വരുത്ത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിൽ ഇംഗ്ലീഷിൽ എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. പോക്ക് വരുത്തുന്നുള്ളതിന്റെ മലയാളം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? ഒരു എന്താ പറയുക, ദൈവികമല്ലാത്തതായിരിക്കുന്ന ഒന്ന് ഭവനത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഈ പോക്കുവരുത്ത് എന്നുള്ളത്. അന്ന് വരെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ പോക്കുവരുത്തുണ്ട്, സ്ഥലത്ത് പോക്കുവരുത്തുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം വ്യക്തമായി പറയുകയാണ്, ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ
ഈ വചനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കൂതാശയ്ക്ക് കഴിഞ്ഞ് എനിക്ക് ഭക്ഷണമൊക്കെ തരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്, പക്ഷേ നിങ്ങൾ ഈ വചനം വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് തൊട്ട് ആ വീട്ടിൽ അവർ ഈ വചനം ഇങ്ങനെ ഏറ്റു പറയാനായിട്ട് തുടങ്ങി. സക്കറിയ 9:8 ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കുന്നതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ഭവനത്തിന് വേണ്ടി കാവൽ ചെയ്യുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അസ്വസ്ഥതകൾ കുറയാനായിട്ട് തുടങ്ങി കേട്ടോ. ഭവനത്തിന്റെ അസ്വസ്ഥതകൾ കുറയാനായിട്ട് തുടങ്ങി. വിട്ടുമാറാത്ത ചില പ്രയാസ പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ട ഒരു വചനം അത് ഫലം കായ്ക്കും. ഒരു വചനം അത് ഫലം കായ്ക്കും. പക്ഷെ ഇത് ആര് സംസാരിക്കണമെന്നോ? പരിശുദ്ധാത്മാവ് സംസാരിക്കണം. നമ്മൾ വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്താനായിട്ട് തുടങ്ങിയാൽ അസാധാരണമായ മാറ്റം ഉണ്ടാകും. ഭവനത്തിലിരുന്ന് തിരുവചനത്തിന്റെ വായനയിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ ഒരു ജീവിതം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഓരോ കാര്യങ്ങളും സംസാരിക്കും. അതുകൊണ്ട് ഈ ഉപവസിച്ചാൽ, തിരുവചനം പഠിപ്പിക്കുകയാണ്, ഉപവസിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച് തുടങ്ങും. ഉപവസിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശബ്ദം കേൾക്കാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമതായിട്ട്, ഉപവസിച്ചും വചനം വായിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നാൽ ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ദാനിയേൽ 10:11. ദാനിയേലിനെ വിളിക്കുന്ന പേരെന്താണ്? ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ. പ്രിയപ്പെട്ട ഒരാൾ ഉപവസിച്ചു തുടങ്ങിയാൽ സ്വർഗം അവരെ കണക്കാക്കുന്നത് ആരായിട്ടാണെന്നോ? അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മാമോദീസായിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ശബ്ദം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 40 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിലൂടെ പിശാചിനെ തോൽപ്പിച്ചവനായിരിക്കുന്ന കർത്താവിന്റെ സമയത്ത് മാമോദീസയിൽ നമ്മുടെ കർത്താവ് ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം അവനെ ആദ്യമേ വിളിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനെയെങ്കിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുന്നവരെ സ്വർഗം എന്ത് വിളിക്കുന്നുണ്ട്? പ്രിയപുത്രൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. വചനം ഞങ്ങളുടെ ഉള്ളിൽ തീയായിട്ട് ഇറങ്ങണം. വചനം ഞങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. വചനത്തിൽ സന്തോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടയായി തീരണം. അപ്പോൾ വലിയ കൃപയുണ്ടാകും. അങ്ങനെയെങ്കിൽ ആത്മാവ് ഒരാളിൽ അതിശക്തമായി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിശാചിന് ഒരാളെ തൊടാനായിട്ട് പറ്റത്തില്ല. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. 1 പത്രോസ് 5:8. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എന്തുപോലെ വരുന്നത്? അലറുന്ന സിംഹം പോലെ. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ തിരുവചനത്തിന്റെ താളുകളിൽ ഓർമ്മിപ്പിക്കുകയാണ്, പിശാച് എന്തിന്റെ രൂപത്തിൽ വരുന്നു? അലറുന്ന സിംഹം പോലെ. ഒരു രൂപം അവിടെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ വചനം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് സംസാരിച്ചു തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, സാത്താനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് ആര് നമ്മളോട് സംസാരിക്കണമെന്നോ? വചനം നമ്മളോട് പറയും. അതുകൊണ്ടാണ് അലറുന്ന സിംഹം പോലെ പിശാച് ശക്തമായിട്ട് വരുമ്പോൾ എങ്ങനെ തോൽപ്പിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. 1 ശമൂവേൽ 17-ാം അധ്യായം 34-ാമത്തെ തിരുവചനം മുതൽ പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദിനെ കുറിച്ച്. ദാവീദ് ആട്ടിൻകുഞ്ഞുങ്ങളെ മേയിക്കുകയാണ്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള തിരുവചനത്തിൽ ദാവീദ് അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സിംഹവും ഒരു കരടിയും വന്നു. ആട്ടിൻകുഞ്ഞിനെ സിംഹം വന്ന് പിടിക്കുകയാണ്. അടുത്ത വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു, ഞാൻ സിംഹത്തെ അടിച്ചു കൊന്നു. പ്രിയപ്പെട്ടവരെ, ആട്ടിൻകുഞ്ഞുങ്ങളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദ്, ഒരു സിംഹം കാട്ടിൽ നിന്ന് അലറി വരികയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലേക്ക് വന്നു. ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടാണ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ആട്ടിൻകുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആട്ടിൻകുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട്
അലറുന്ന സിംഹം പോലെ സാത്താൻ കടന്നു വരുമ്പോൾ സിംഹത്തെ നീക്കം ചെയ്യണമെങ്കിൽ ആത്മാവുള്ള മാതാപിതാക്കൾ വേണം. പരിശുദ്ധാത്മാവുള്ള മാതാപിതാക്കൾ ഒരു കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അലറുന്ന സിംഹം പോലെ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്നതായിരിക്കുന്ന സിംഹം നമ്മുടെ കുഞ്ഞുങ്ങളെ, ആട്ടിൻകുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നത് പോലെ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു അപ്പനും പരിശുദ്ധാത്മാവുള്ള ഒരു അമ്മയും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചാൽ സിംഹത്തിന്റെ കെണിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇന്ന് ആത്മാവില്ലാത്തവർ വർദ്ധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉള്ളവർ കുറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം സമ്പാദിക്കുന്നുണ്ട്, വേണ്ടുന്നതെല്ലാം ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ സമ്പാദിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ നോർത്തെ, മക്കളെ സമ്പാദിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ദേവാലയങ്ങൾ പോലും ഇന്ന് നമ്മുടെ അടുത്ത തലമുറയെ സമ്പാദിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രതിസന്ധിയുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നുണ്ട്, പണമുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അടുത്ത തലമുറയെ ഒന്ന് സമ്പാദിക്കാൻ, ദൈവത്തോട് ചേർത്ത് നിർത്താൻ ആത്മാവുള്ള മാതാപിതാക്കൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള ഒരു അപ്പനും പരിശുദ്ധാത്മാവുള്ള ഒരു അമ്മയും ഉണ്ടെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങളാകുന്ന ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുവാൻ സാത്താൻ പതിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ തകർക്കാനായിട്ട് പരിശുദ്ധാത്മാവുള്ള ഒരു അപ്പനും പരിശുദ്ധാത്മാവുള്ള ഒരു അമ്മയ്ക്കും പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ആട്ടിൻകുഞ്ഞുങ്ങൾ. ഈ ആട്ടിൻകുഞ്ഞുങ്ങളുമായിട്ട് ദാവീദ് വനാന്തരത്തിലൂടെ ആട്ടിൻകുഞ്ഞുങ്ങളെ നയിക്കാൻ പോകുമ്പോൾ അലറുന്ന സിംഹം ചാടി വീണപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ആട്ടിൻകുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ട് സിംഹത്തെ തകർക്കുവാനായിട്ട് സാധ്യമാവുകയും ചെയ്തു. നമ്മൾ ഈ ദിവസം ഒന്ന് ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പ്രോജ്വലിക്കണം. മാമോദീസ വഴിയായി ലഭിച്ചതായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നിയായിട്ട് കത്തിപ്പടരണം. ആത്മാവ് വന്നോ ബന്ധനങ്ങൾ മാഞ്ഞു പോകും. ആത്മാവ് വന്നോ അലറുന്ന സിംഹം പോലെയുള്ള പൈശാചികന്റെ കെണികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5 മുതൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5 മുതൽ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയ്ക്ക് യാത്ര പോവുകയാണ്. പോകുന്നതായിരിക്കുന്ന വഴിയിൽ ഒരു ബാലസിംഹം അലറി വന്നു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. ശിംശോൻ സിംഹത്തെ കീറിക്കളഞ്ഞു. അവിടെ ഒരു കുടുംബമാണ്, ഒരു അപ്പനും അമ്മയും ഒരു യാത്ര പോവുകയാണ് മകന്റെ കൂടെ. പക്ഷേ ഈ മകന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവൻ അപ്പനെയും അമ്മയെയും തിന്മയിൽ നിന്ന് രക്ഷിച്ചു. ഒന്നാമതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങളെ അലറുന്ന സിംഹമാകുന്ന പിശാചിൽ നിന്ന് രക്ഷിക്കുന്ന അപ്പനും അമ്മയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുണ്ടാകണം. രണ്ടാമതായിട്ട് ഓർക്കണമേ, ഒരു ഭവനത്തെ തിന്മയിൽ മുക്കിക്കൊല്ലുവാൻ കഴിയുന്ന അലറുന്ന സിംഹം പോലെ ഒരു കുടുംബത്തിന് നേരെ പതിയിരിക്കുന്ന പിശാച് വരുമ്പോൾ അതിനെ തോൽപ്പിക്കാനായിട്ട് ആത്മാവുള്ള മക്കൾ ഉണ്ടാകണം, പരിശുദ്ധാത്മാവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ചോദിച്ചു നോക്കി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് A+ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ എഴുതിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ അടുത്ത തലമുറ ദൈവത്തെ അറിയുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പുറപ്പെടുവിക്കുന്ന, ആത്മാവിൽ നിറയുന്ന ഒരു സമൂഹമായി രൂപപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു സമൂഹമായി ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപപ്പെടണം. പ്രിയപ്പെട്ടവരെ, അലറുന്ന സിംഹം ശിംശോന്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്ന് ശിംശോൻ സിംഹത്തെ കീറിക്കളയുകയാണ്. അതുകൊണ്ടാണ് ന്യായാധിപന്മാർ 15-14 വീണ്ടും ശിംശോന്റെ ആത്മാവ് വരുമ്പോൾ ഒരു കാര്യം പറയാണ്, ബന്ധനത്തെ ശിംശോൻ അഴിച്ചു കളഞ്ഞു. ന്യായാധിപന്മാർ 15-14 അവനെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അറ്റുപോയി. യഹോവയുടെ ആത്മാവ് വരുമ്പോൾ ബന്ധനങ്ങൾ അറ്റുപോകും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില ബന്ധനത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചിലർക്കത് ലഹരികളുടേതായിരിക്കാം, ചിലർക്കത് പാപത്തിന്റെ ആസക്തികളുടേതായിരിക്കാം, ചിലർക്ക് ചില ബന്ധനങ്ങൾ അശുദ്ധിയുടേതായിരിക്കാം, ചില വഴിവിട്ട ബന്ധങ്ങളുടേതായിരിക്കാം, ചില ബന്ധനങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെതായിരിക്കാം, വചനം വായിക്കാനായിട്ട് പറ്റാത്തതിൻ്റെതായിരിക്കാം, ചില ബന്ധനങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്തതിൻ്റെതായിരിക്കാം.
പ്രിയപ്പെട്ടവരെ, ഈ ബന്ധനം നീങ്ങണമെങ്കിൽ ആര് വരണമെന്നോ? പരിശുദ്ധാത്മാവ് വേണം. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, അവന് മദ്യമില്ലാതിരിക്കാനായിട്ട് പറ്റത്തില്ല. നാടായ നാട്ടിലെ എല്ലാ ഡീഡക്ഷൻ സെന്ററുകളിലും പോയി മദ്യം അവന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവനോട് സംസാരിച്ചപ്പോൾ ഡി അഡിക്ഷൻ സെന്ററുകൾ കയറി ഇറങ്ങി അവനോട് പറയാനായിട്ട് കിട്ടിയ ഒരേ ഒരു വാക്ക്, എടാ പരിശുദ്ധാത്മാവിനെ നീ ചോദിക്കും, നീ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനോട് നീ പ്രാർത്ഥിച്ചു നോക്കി, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടും. എന്നിട്ട് ഈ വചനം അവനോട് പറഞ്ഞു, ശിംശോന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ബന്ധനം നീങ്ങിയതുപോലെ നിന്നെ ഇപ്പൊ ബന്ധിച്ചിരിക്കുന്ന ഈ മദ്യപാനം മാറിപ്പോകും. ഇവിടെ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി. വലിയ നോമ്പിന്റെ നാളുകളാണ്. എല്ലാ വലിയ നോമ്പിന്റെ ദിവസങ്ങളിലെ രാവിലത്തെ പ്രാർത്ഥനകളിൽ ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ വന്ന് സംബന്ധിക്കും. എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനകളിൽ അവൻ എന്നിട്ട് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകണം. ഇവിടെ ആ വലിയ നോമ്പിന്റെ കാലം കഴിഞ്ഞപ്പോൾ, 2024 വലിയ നോമ്പിന്റെ കാലം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ കൃപയുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി. അവരെ ഈ മദ്യപാനത്തിന്റെ സ്വഭാവം മാറി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് എങ്ങനെയാ മാറി? അവനോട് അച്ഛനല്ല പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നാൽ മാറുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതെങ്ങനെയാ സംഭവം? എങ്ങനെയാ? അവൻ എന്നോട് പറഞ്ഞതായിരിക്കും ഒരു കാര്യം ഇങ്ങനെയാണ്, അച്ഛാ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവസരമില്ല. ചില നേരങ്ങളിൽ എനിക്ക് അവസരമുണ്ട്, അപ്പൊ ആഗ്രഹമില്ല. അവൻ എനിക്കൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കി തന്നു. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. അപ്പൊ പറഞ്ഞു, ചില നേരങ്ങളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അത് എപ്പോഴാണ് അറിയാമോ? ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് മദ്യപിക്കാനുള്ള ആഗ്രഹം. പറ്റുമോ? മദ്യപിച്ചാൽ പിരിച്ചുവിടും. അതുകൊണ്ട് മദ്യപിക്കാനുള്ള ആഗ്രഹം വരുന്നത് ഓഫീസിലാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവസരമുണ്ട്, ആരുമില്ല, പക്ഷെ അന്നേരം ആഗ്രഹമില്ല. അവസരമുണ്ട്, എല്ലാവിധമായിരിക്കുന്ന അവസരങ്ങളും മുന്നിലുണ്ട്, പക്ഷെ ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരാളെ നിയന്ത്രിച്ചു തുടങ്ങിയാൽ ആഗ്രഹമുള്ളപ്പോൾ അവസരം നൽകില്ല, അവസരമുള്ളപ്പോൾ ആഗ്രഹവും നൽകില്ല. ഈ പാപത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാ പാപത്തിനും ആഗ്രഹമുള്ളപ്പോൾ അവസരം നൽകത്തില്ല. ഏതെങ്കിലും ഒരു വഴിയായിട്ട് അവസരം അടച്ചു വെക്കും. അവസരമുള്ളപ്പോൾ ആഗ്രഹമേ തോന്നത്തില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ഒരാളിൽ പ്രവേശിച്ചു തുടങ്ങിയാൽ ആത്മാവ് ഒരാളെ നിയന്ത്രിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ ലേഖനം സുവിശേഷം എഴുതിയപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ മീൻസ് ഇംഗ്ലീഷിൽ കുറെ കൂടി ഭംഗിയായിട്ട് മനസ്സിലാകും. ഹോളി സ്പിരിറ്റ് ഈസ് എ മാനേജർ. വൺ ഹു മാനേജസ് എവരിതിങ് വി കോൾ മാനേജർ. അല്ലേ? ആരാണ് മാനേജ് ചെയ്യുന്നത്? അദ്ദേഹമാണ് മാനേജർ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്യാൻ തുടങ്ങും. കണ്ണിനെ പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്യും, നാവിനെ പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്യും, കേൾവിയെ പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്യും, ഹൃദയത്തെ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായിട്ട് മാനേജ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഒരാളെ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ ജീവിതം അപ്പാടമാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള മാറ്റം ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് മാനേജ് ചെയ്യണം? പരിശുദ്ധാത്മാവ്. ഇന്ന് MBA പഠിച്ച് ഇരിക്കുന്നവർ പോലും പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓഫീസിൽ 200 പേരെ നിയന്ത്രിക്കുന്നവന് വീട്ടിലെ 2 എണ്ണത്തിന്, പള്ളിയിൽ 100 എണ്ണത്തിനും കുഴപ്പമില്ലാതെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ വീട്ടിൽ വന്നാൽ 2 എണ്ണത്തിന് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങിയാണല്ലോ വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ ദിവസം നമ്മൾ നന്നായി ആഗ്രഹിക്കണം, അലറുന്ന സിംഹം പോലെ പിശാചൊരു മനുഷ്യനെ പതിയിരിക്കുന്ന പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ആര് ഞങ്ങളിലേക്ക് വരണം? പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വരണം. എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. എബ്രായർ 11:33 സിംഹങ്ങളുടെ വായ എന്ത് ചെയ്തു? അടച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളുടെ പേരുകൾ എബ്രായർ 1 മുതൽ ഇങ്ങനെ സവിസ്തരം പ്രതിപാദിച്ചിട്ട് അതിന്റെ ഒടുവിൽ എഴുതിയിരിക്കുകയാണ്, സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞവർക്ക് സാത്താന്റെ വായ അടച്ചു കളയാനായിട്ട് പറ്റും.
ആത്മാവിൽ നിറഞ്ഞവർക്ക് സാത്താന്റെ കെണികളോട് പോരാടി നിൽക്കാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ടാണ് ദാനിയേൽ ഒരു കുഴിയിലേക്ക് ഇട്ടു. എന്ത് കുഴിയായിരുന്നു? ആരാ ജയിച്ചേ? ദാനിയേലാണോ സിംഹമാണോ? ദാനിയേൽ ജയിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള ഒരാള് സിംഹക്കുഴിയിൽ കിടന്നാലും ജയിക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വ്യക്തി സാത്താന്റെ കെണികളിൽ അകപ്പെട്ട് വലഞ്ഞു നിന്നാൽ പോലും അതിന്റെ നടുവിൽ ആത്യന്തികമായിരിക്കുന്ന വിജയം ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തെല്ലാം തകർച്ച വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, രോഗമായിക്കൊള്ളട്ടെ, പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, പക്ഷെ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചു നിന്നാൽ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയുടെ ആത്മാവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. സഹോദരങ്ങൾ ഒഴിവാക്കി, കാരാഗ്രഹ പ്രമാണി അദ്ദേഹത്തെ വഞ്ചിച്ചു. പൊത്തിഫോറിന്റെ ജീവിത സഖി തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കുന്ന വാർത്ത അദ്ദേഹത്തെ കുറിച്ച് പരത്തി. പക്ഷേ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ വിജയത്തിൽ നിന്നതാരാണെന്നോ? ജോസഫാണ് കേട്ടോ. ആരെല്ലാം എന്തൊക്കെ പറഞ്ഞോട്ടെ, സങ്കടം ഉണ്ടായിക്കൊള്ളട്ടെ, രോഗത്തിന്റെ മധ്യ കടന്നു പോയിക്കോട്ടെ, നിരാശകൾ വന്നോട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി, പ്രിയമുള്ളവരെ, അതിന്റെ നടുവിൽ വിജയിച്ചു നിൽക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിൽ സിംഹത്തെ ചവിട്ടുമെന്നുള്ള ഒരു സെന്റൻസ് ഉണ്ട്. എത്രാമത്തെ വാക്യമെന്ന് അറിയാമോ? നീ അതന്വേഷിച്ചൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമില്ല. കോർസോ സർപ്പത്തെയും ഹെർമോന സർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും അറിയാലോ. സിംഹത്തെ മെതിക്കും. ആരാണ് സിംഹത്തെ മെതിക്കുന്നതെന്ന് അറിയാമോ? അലറുന്ന സിംഹം പോലെ പിശാച് വരുമ്പോൾ സിംഹത്തെ മെതിക്കുന്ന വ്യക്തി ആരാണ്? 91-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ ആരെ ചവിട്ടും? സിംഹത്തെ മെതിക്കും. പ്രിയപ്പെട്ടവരെ, അത്യുന്നതന്റെ മറവിൽ, ദൈവത്തിന്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വചനം ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് നിറയണം. അതുകൊണ്ടാണ് അത്യുന്നതന്റെ നിഴലിനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണെന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കോസ് 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. അത് പരിശുദ്ധാത്മാവായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഓർക്കണം, പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് ജീവിതത്തിന്റെ മുൻപോട്ടുള്ള വഴിത്താരുകളിൽ അലറുന്ന സിംഹം പോലെ പിശാച് സാത്താന്റെ കെണികൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപ ലഭിക്കും. പൈശാചികമായിരിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും, പൈശാചികമായിരിക്കുന്ന തിന്മകളെ, പിശാചിന്റെ കുടില തന്ത്രങ്ങളെ ജയിക്കാനായിട്ട് അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ ആത്മാവിൽ വസിക്കുന്ന ഒരാൾക്ക് സാധ്യമായി തീരും. ഇവരുടെ ആഗ്രഹിക്കണം, നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ടെന്നറിയണം. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമേ കരിപിടിച്ച ഈ വർത്തമാന കാലഘട്ടത്തിൽ സാത്താൻ ഞങ്ങളെ തകർക്കാനായിട്ട് നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് നിറയണം? പരിശുദ്ധാത്മാവ് നിറയണം. ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ഉപവാസം പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ചതായിരിക്കണം. വലിയ കൃപയായിരിക്കും കേട്ടോ. ഒന്നാമതായിട്ട് ഞാൻ ഓർപ്പിച്ചത് വചനം അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. വചനം എവിടെ ഉണ്ടാകണം? ഉള്ളിലുണ്ടാകണം. ഈ ചാക്കിനകത്ത് പഞ്ചസാര നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചാക്കിനെ എന്നാ വിളിക്കും? ഉള്ളി നിറഞ്ഞിരിക്കുകയാണെങ്കിലോ ഉള്ളിച്ചാക്ക്. അങ്ങനെയെങ്കിൽ നമ്മളാകുന്ന ചാക്കിനകത്ത് വചനം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്നാ വിളിക്കും? വചനമാകാം. അതൊക്കെ നമ്മളാരുടെ ഉള്ളിൽ എന്നാ ഉള്ളത്? ഉള്ളിലിരിക്കുന്നത് പലതും എടുത്ത് പുറത്ത് കിടന്നാലേ ഉള്ളിൽ എന്ത് വെക്കാനായിട്ട് പറ്റത്തുള്ള? വചനം വെക്കാനായിട്ട് കഴിയത്തുള്ള. ഉള്ളിൽ വചനം ഉണ്ടാകണം. കത്തോലിക്ക സഭയുടെ ബിഷപ്പായ റാഫേൽ തട്ടിൽ പിതാവ്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമേ ഉള്ളൂ. എന്നാലും ഓട്ടോക്കാരി ചെറിയ ദൂരത്തിന് വിളിക്കുമ്പോൾ വരാത്തത് കൊണ്ട് അദ്ദേഹം നടക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം അച്ഛനായിരുന്ന സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പുറകിലൊരു ഓട്ടോക്കാരൻ വന്ന് വണ്ടി നിർത്തി. എൻ്റെ അച്ഛനോട് ഒന്ന് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇതിനകത്ത് കയറി. 20 രൂപയുടെ ദൂരമേ ഉള്ളൂ. യാത്ര ഇങ്ങനെ ആരംഭിച്ചപ്പോൾ ഈ ഓട്ടോക്കാരൻ ചോദിച്ചു, അച്ഛൻ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ചോദിച്ചു. തൃശ്ശൂരുള്ള വർഗീസ് എന്ന് പറയുന്ന ചേട്ടൻ, ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ ചോദിക്കുകയാണ്, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ.
ദൈവസ്നേഹം വർണ്ണിച്ചതാണ് എന്നുള്ള പാട്ട് പാടി. കുറച്ചിങ്ങനെ കൊണ്ടു നീങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, അച്ഛാ ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ? അപ്പൊ അച്ഛനെ പേടിയായി. അച്ഛൻ പറഞ്ഞു, പ്രസംഗിക്കുകയൊക്കെ ചെയ്തോ, പക്ഷെ ഇങ്ങനെ അച്ഛന്മാരൊക്കെ എടുക്കുന്ന പോലെ കൈയൊന്നും വിട്ടിട്ടുള്ള പ്രസംഗമൊന്നും വേണ്ട, സ്റ്റിയറിംഗെ പിടിച്ചിട്ടുള്ള പ്രസംഗമൊക്കെ മതിയെന്നു. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8, 9, 10 ആധാരമാക്കി വർഗീസേട്ടൻ ആരോട് പ്രസംഗിച്ചു? തട്ടിൽ അച്ഛനോട് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, അച്ഛൻ നമ്മൾ എത്താനായി, അച്ഛൻ ഞാൻ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, പക്ഷെ കണ്ണൊന്നും ഉടച്ച് പ്രാർത്ഥിക്കരുത്, കാരണം റോട്ടിലൂടെ അല്ലേ പോകുന്നത്, അത് കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ടുള്ള പ്രാർത്ഥന മതിയെന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛനെ നൽവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും കിഴക്കേക്കോട്ട അരമനയുടെ മുറ്റത്തെത്തി. കിഴക്കേക്കോട്ട അരമനയുടെ മുറ്റത്തെത്തിയിട്ട് അച്ഛൻ അദ്ദേഹത്തിന് 50 രൂപ കൊടുത്തു. ഓട്ടോ ചാർജ് എത്രയാണ്? ബാക്കിയുള്ള 30 എന്തിനൊക്കെ ആയിരിക്കും? പാട്ട് പാടിയാണ്, പ്രസംഗിച്ചതിന്, പ്രാർത്ഥിച്ചതിന്. അപ്പൊ അയാൾ പറഞ്ഞു, അച്ഛാ 20 മതി, എനിക്ക് ജോലി ചെയ്യുന്നതിനുള്ള പണം മതി. അപ്പം അച്ഛൻ ചോദിച്ചു, ഇത് എന്നോട് ഇതെല്ലാം പറഞ്ഞല്ലോ. അച്ഛാ എൻ്റെ ഓട്ടോയിൽ ആര് കയറിയാലും, എൻ്റെ ഓട്ടോയിൽ രാഷ്ട്രീയക്കാർ കയറും, എൻ്റെ ഓട്ടോയിൽ കുഞ്ഞുങ്ങൾ കയറും, എൻ്റെ ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ കയറും, എൻ്റെ ഓട്ടോയിൽ മതമില്ലാത്തവർ കയറും, എൻ്റെ ഓട്ടോയിൽ ചെറുപ്പക്കാർ കയറും, എൻ്റെ ഓട്ടോയിൽ ആര് കയറിയാലും അച്ഛൻ ഞാൻ അവരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചും പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പാട്ട് പാടും. റാഫേൽ മുട്ടുകുത്തി. എന്നിട്ട് ഈ ചേട്ടനോട് പറഞ്ഞു, വർഗീസ് ചേട്ടാ ആ കൈ എന്നിട്ട് എൻ്റെ തലയിൽ വെച്ചേ, നിങ്ങൾക്ക് കിട്ടിയ ആത്മാവിൽ ഒരു പകുതിയെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ്റെ ഓട്ടോയുടെ പേര് അന്നേരമാണ് നോക്കുന്നത് വചന കൂടാരം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വചനം ഉള്ളിലുള്ള മനുഷ്യരുണ്ട് കേട്ടോ. ഇങ്ങനെ വചനം ഉള്ളിൽ നിറച്ച് പോകുന്ന മനുഷ്യരോടൊക്കെ വചനം സംസാരിച്ച് ഇടപെടുന്ന മേഖലകളിലൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളൊന്ന് ഓർത്തേ, നമ്മുടെ ഉള്ളിൽ എത്ര വചനമുണ്ട്? ഈ കോട്ടയത്തിനടുത്ത് തിരുവഞ്ചൂര് വചന ഗ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. കോട്ടയത്തിനടുത്ത് തിരുവഞ്ചൂര് വചന ഗ്രാമം. അവിടുത്തെ ഒരു പ്രത്യേകത, പ്ലേ സ്കൂളിൽ വിടുന്നതിന് പകരം നമ്മുടെ ക്രിസ്ത്യൻസ് എല്ലാം ഈ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവിടും. 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കും. അതായത് LKG ആരംഭിക്കുന്നത് 4-ാമത്തെ വയസ്സായതുകൊണ്ട് 2.5 മുതൽ 3.5 വയസ്സ് വരെ. പ്രിയപ്പെട്ടവരെ, ഈ 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ എടുക്കുന്ന കുഞ്ഞുങ്ങൾ 1 വർഷം കൊണ്ട് 100 വചനം കാണാതെ പഠിക്കും. പാസ് ഔട്ട് ആകുമ്പോൾ ഇവർ ഇതിനെ ഇത് കഴിഞ്ഞ് LKGയിലേക്ക് പോകുമ്പോൾ ഒരു കൊച്ചിന് എത്രയാണെന്ന് അറിയാം? 100 വയസ്സ്. 100 വചനം. എത്ര വയസ്സുണ്ട്? 3.5 വയസ്സ്. നമ്മുടെ 3.5 300 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും നമുക്ക് എത്ര എണ്ണം അറിയാം? പ്രിയപ്പെട്ടവർ, കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. നമ്മൾ കുറേ കൂടി വേദപുസ്തകം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവണം. ഞാൻ ഈ പിള്ളേരെ കണ്ടു, ഇത്തിരി 2.5 വയസ്സുകാരൻ തൊട്ട് 3.5 വയസ്സുകാർ വരെ ഇങ്ങനെ 40-42 പിള്ളേരുണ്ട്. ടീച്ചർമാരെ സമ്മതിച്ചു, കാരണം മെനക്കെട്ടായി പഠിപ്പിക്കുന്നത്. നമ്മുടെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിച്ച കൊച്ചിന് 100 ബാക്കി അറിയാവോ? ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് വചനം പഠിപ്പിക്കുന്നത്. യാക്കോബായ സഭയുടെ സ്ഥാപനമാണ് കേട്ടോ. അപ്പൊ ഇത് ഈ പിള്ളേരുടെയൊക്കെ മുഖത്ത് എന്തൊരു ശോഭയാണ്. നമ്മളെ കാണുമ്പോൾ പിള്ളേർ ഒരു വചനം പറയും, നേരെ കാണും. നമ്മൾ രാവിലെ ഇതിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരു 3 വയസ്സുകാരി ഓടി വന്നിട്ട്, അച്ഛാ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിന്റെ ശക്തി ആവശ്യിക്കും. ഞാനത് ഞെട്ടിപ്പോയി. വന്നോട്ടെ ഞാനത് മോനെ ഞാൻ പോട്ടെ. കാരണം അവനോട് തിരിച്ച് അച്ഛൻ്റെ 100 പറഞ്ഞാൽ പെട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉള്ളിൽ ഇത് കൊടുക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉള്ളിൽ വചനം കൊടുക്കണം. അടുത്ത തലമുറയ്ക്ക് ഉള്ളിൽ വചനം കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകണം. ആത്മാവ് നിറയണം. അലറുന്ന സിംഹം പോലെ പിശാച് നമ്മൾ പതിയിരുന്ന് പിടിക്കാനായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയണം. നമുക്ക് ആത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിച്ച് ഒന്ന് എഴുന്നേൽക്കാമോ? ആത്മാവിൽ നിറയണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ച് ഒന്ന് കണ്ണുകൾ അടച്ച്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അലറുന്ന സിംഹം പോലെ പിശാച് ഞങ്ങളുടെ കുടുംബത്തെ പിടിക്കാനായിട്ട് പതിയിരിക്കുന്ന ഈ നാളുകളിൽ തിന്മയുടെ കണികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി വരുമ്പോൾ ദൈവമേ,
പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സംരക്ഷണമായി നിൽക്കണമേ. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായിട്ട് അവിടുന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായിട്ട് ഇടപെടണമേ. ദൈവമേ, വചനം കേൾക്കാനായിട്ട്, വചനം ഞങ്ങളുടെ ഉള്ളിൽ നിറയാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുണ്ടാകണമേ. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു. ആദിമ നൂറ്റാണ്ടിൽ സ്ലീഹന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിലേക്ക് അനവധിയായിട്ട് നൽകണമേ. സ്ലീഹന്മാർ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം സഹീവൻ മാളികയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ കൂര ഭേദിച്ചിറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങി വരണമേ. കർത്താവേ, അലറുന്ന സിംഹം പോലെ പിശാചിന്റെ കണികൾ, മദ്യപാനമാകട്ടെ, ചില ലഹരികളാകട്ടെ, ചില അശുദ്ധമായ കൂട്ടുകെട്ടുകളാകട്ടെ, പൈശാചികമായിരിക്കുന്ന ചില ബന്ധങ്ങളാകട്ടെ, ഒഴിവാക്കാൻ കഴിയാത്ത ചില പാപങ്ങളാകട്ടെ, ദൈവമേ, ഞങ്ങളിങ്ങനെ കാർന്നു തിന്നുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം നിങ്ങൾക്ക് അറിയില്ല കർത്താവേ. ഞങ്ങൾക്ക് ഇനിയും കുമ്പസാരിച്ച പാപങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഏറ്റുപറയുമ്പോൾ ലജ്ജയുണ്ടാകുന്നുണ്ട് ദൈവമേ. പക്ഷേ എങ്ങനെ പാപത്തെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ. അലറുന്ന സിംഹം പോലെ പിശാച് വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ളവർ സിംഹത്തെ പിടിച്ച് കീറിക്കളഞ്ഞല്ലോ. ദൈവമേ, ആത്മാവിൽ ഞങ്ങളൊന്ന് നിറയ്ക്കണമേ. ആത്മാവിൽ ഞങ്ങളൊന്ന് നിറഞ്ഞാൽ പാപത്തിന് ഞങ്ങളെ തൊടാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആത്മാവിൽ നിറയണമെങ്കിൽ വചനം ഉള്ളിലുണ്ടാകണമല്ലോ. വചനം വ്യാപരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമല്ലോ. ശ്ലീഹന്മാർ വചനം പ്രഘോഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടിരുന്ന ജനങ്ങളിലേക്ക് കൃപയായി പെയ്തതുപോലെ ദൈവമേ, ഈ ഉപവാസത്തിന്റെ ദിവസത്തിൽ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉളവാകുന്ന വേളകളിൽ പരിശുദ്ധാത്മാവിന് കൊടുക്കാറ്റടിക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയത്തിൽ നന്നായി ഒന്ന് ആഗ്രഹിച്ചേ. മാമോദീസ മൂലം ലഭ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഞ്ഞടിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ദൈവമേ ആട്ടിൻകുട്ടികൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന ആട്ടിൻകുട്ടികളെ സിംഹം പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ആത്മാവില്ലാത്ത അപ്പനോ അമ്മയായിട്ട് ഞങ്ങൾ തീരരുതേ. ആത്മാവുള്ള ഒരു അപ്പനോ അമ്മയായിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റണമേ. പരിശുദ്ധാത്മാവുള്ള ഒരു അപ്പനോ അമ്മയും, പരിശുദ്ധാത്മാവുള്ള കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാവുള്ള ചെറുപ്പക്കാർ ദൈവമേ പാപത്തെ തോൽപ്പിച്ച് കൃപയിൽ ജീവിക്കാനായിട്ട് മുഖാന്തരമായി തീരുമല്ലോ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ശക്തി നൽകണമേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കൊരു ശക്തി നൽകണമേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ കൃപയായി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ദൈവാരൂപിയെ സ്നേഹജ്വാലയാൽ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ചർമ്മണമോ ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി. പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി, വചനം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ശക്തിക്ക് വേണ്ടി ദൈവമേ, അലറുന്ന സിംഹം പോലെ ഞങ്ങളുടെ കുടുംബത്തിന് നേരെ പിശാചിന്റെ കണികൾ ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോകാതിരിക്കാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി
അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ദൈവമേ ശ്ലീഹന്മാരെ നിറഞ്ഞതുപോലെയുള്ളൊരു ശക്തി, ശ്ലീഹന്മാരെ നിറഞ്ഞതുപോലുള്ളൊരു ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയണമേ. ആത്മാർത്ഥമായി ആഗ്രഹിച്ചേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു, അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു. യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു, അവൻ സിംഹത്തെ അടിച്ചു കൊന്നു. അത്യുന്നതന്റെ നിഴലിൽ കീഴാകുന്ന പരിശുദ്ധാത്മാവിന്റെ കീഴിൽ വസിച്ചാൽ സർപ്പത്തെയും അണലിയെയും നീ ചവിട്ടും, സിംഹത്തെ പെരുമ്പാമ്പിനെയും നീ വധിക്കും എന്ന വാഗ്ദാനം നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ദൈവമേ, ആത്മാവിൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ, വചനത്തിൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനത്തിൽ ഞങ്ങൾ ബലപ്പെട്ടാൽ അടുത്ത തലമുറയെ അലറുന്ന സിംഹത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമാവുമല്ലോ. ശ്ലീഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ വീട്ടിലൊന്ന് ഇറങ്ങി വരണം. ശ്ലീഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൊന്ന് ഇറങ്ങി വരണം. ശ്ലീഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വാഗ്ദാനമാണല്ലോ. ലൂക്കോസ് 11:12 നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവൻ അളവില്ലാതെ നിങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. ദൈവമേ, ആലയത്തിന്റെ ഉള്ളിൽ ഈ ഉപവാസത്തിന്റെ വേളയിൽ ദൈവമേ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുകയാണ്. മാമോദീസ മൂലം ഞങ്ങളിൽ കൃപയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പാപജീവിതം മൂലം ദുഃഖമായി തീർന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊന്ന് ഇറങ്ങി വരണം. സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ, അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ദൈവമേ, പാപം ചെയ്തിട്ടും തൃപ്തി വരാതിരിക്കുന്ന ശരീരമുള്ളപ്പോൾ ദൈവരൂപിയെ സ്നേഹജാലിയായി നീ ഒന്ന് ഇറങ്ങി വരണം. ആത്മാർത്ഥമായി ആഗ്രഹിച്ചേ. ദൈവരൂപിയെ സ്നേഹജാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ നയിക്കണേ. ആത്മാർത്ഥമായി പാടാം. ശ്ലീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ ശ്ലീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ആദ്യ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്നതുപോലെ ഈ നോമ്പിന്റെ നാളുകളിൽ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം. വചനം ഞങ്ങളുടെ ഉള്ളിൽ തീയായി നിൽക്കണം. അന്ധകാരം നീങ്ങണം. വചനത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഞങ്ങളോട് മനസ്സലിവുണ്ടാക്കണം. ഞങ്ങൾ തൃപ്തരായി സുവിശേഷത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. അതിന് പരിശുദ്ധാത്മാവുന്ന വലിയ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം. സകലവിധമായിരിക്കുന്ന പൈശാചിക ആത്മാവിൽ നിറഞ്ഞ് തോൽപ്പിക്കുവാൻ കൃപ ഞങ്ങളിൽ പകരണം.
മാതിരി പറച്ചിലായി പോയത്. ആത്മാർത്ഥമായി പറഞ്ഞേ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തുവരും? നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ആര് പറയുന്നു അവരെ ദൈവം അനുഗ്രഹിക്കും. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇരിക്കും. പ്രിയ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പറയാം. ഇത്ര നേരം ഇത് കേട്ടിട്ട് ഇത്ര ശബ്ദമുള്ളോ?